സ്ക്രീൻ ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ ഷിൻസി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു IDSP പ്രോഗ്രാം പ്രത്യേകിച്ച് എങ്ങനെ നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യാം എന്നുള്ളത് ഒരു PHC മെഡിക്കൽ ഓഫീസർ, അത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു PHC മെഡിക്കൽ ഓഫീസറിനെ ഓറിയന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ സ്ലൈഡ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ പിന്നീട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു സ്ലൈഡ്സ് ഉപകാരപ്പെട്ടേക്കാം. എന്നിരുന്നു കഴിഞ്ഞാലും ഒരു കോമൺ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആണ് ഈ ഒരു സ്ലൈഡ്സിനകത്തുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പോകാം. ഈ ഒരു ക്ലാസ് എന്നുള്ളത് ഹൗ ടു ഇഫക്റ്റീവ്ലി മോണിറ്റർ IDSP എന്നുള്ളതാണ്. IDSP എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം, ഒരു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമാണ്. അതിന്റെ പൂർണ്ണരൂപം എന്നുള്ളത് ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്നുള്ളതാണ്. എന്താണ് പബ്ലിക് ഹെൽത്ത് സർവൈലൻസ്? പബ്ലിക് ഹെൽത്ത് സർവൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഓൺഗോയിങ് സിസ്റ്റമാറ്റിക് കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ closely integrated with the timely dissemination of these data to those responsible for preventing and controlling diseases എന്നുള്ളതാണ്. MBBS കഴിഞ്ഞതിന് ശേഷം നമ്മളാരും തന്നെ ഈ ഒരു ഡെഫിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ തൊട്ട് നോക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എന്താണ് ഈ സർവൈലൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ASN PHC MO നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവുകയും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പബ്ലിക് ഹെൽത്ത് സർവൈലൻസ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ പരിചയമുള്ള മറ്റൊരു സർവൈലൻസ് ചൂണ്ടിക്കാണിക്കാം. ഉദാഹരണമായിട്ട് അത് നമ്മുടെ നമ്മുടെ മാളുകളിലുള്ള ഈ സർവൈലൻസ് ക്യാമറാസ് ആണ്, അതായത് CCTV ക്യാമറാസ്. ആ ഒരു CCTV ക്യാമറ എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ ഒരു ബാങ്ക് ലോക്കറിന്റെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു CCTV എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ CCTV തുടർച്ചയായിട്ട് ഒരു നമ്മുടെ അവിടുത്തെ ഡാറ്റ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡാറ്റ എന്നുള്ളത് അവിടുത്തെ ഓഡിയോ ആൻഡ് വിഷ്വൽസ് ആണ്. ആ ഓഡിയോ ആൻഡ് വിഷ്വൽസ് കൃത്യമായിട്ട് അത് 24/7 ആയിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡാറ്റ അതിന്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക്, അതായത് മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ഒരു മോണിറ്ററിംഗ് യൂണിറ്റിലേക്ക് എത്തുന്നു. അവിടെ ആ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ആ ഡാറ്റയെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം, അതായത് ഈ പറയുന്ന ഒരു ബാങ്ക് ലോക്കറിന്റെ അടുത്താണ് ഈ ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്നും വരുന്ന ഡാറ്റയിൽ, അതായത് ഈ ഓഡിയോ വിഷ്വൽ ഡാറ്റയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം അവരെ നിരീക്ഷിക്കുകയാണെങ്കിൽ, അതായത് ഒരു തെഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് അവിടെ ഒരു സാധ്യതയുണ്ട് എന്ന് അവർ കാണുകയാണെങ്കിൽ അവരുടനെ തന്നെ അലേർട്ട് ആവുകയും ആ ഒരു കാര്യം ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ആൾക്കാർ, അതായത് അവിടുത്തെ സെക്യൂരിറ്റി ആകാം അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആകാം, അവിടത്തേക്ക് വിവരം കൊടുക്കുകയും അങ്ങനെ അവിടെ ഒരു ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെഫ്റ്റിനെ തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഒരു സർവൈലൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സർവൈലൻസ് ക്യാമറയുടെ ആസ്പെക്റ്റിൽ പറയുമ്പോൾ ഒരു സർവൈലൻസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മോറോർലെസ് സെയിം ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ എന്നുള്ള ഒരു ഓഡിയോ വിഷ്വൽ ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഇവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സംബന്ധമായ ഡാറ്റയാണ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സംബന്ധമായ ഡാറ്റ നമ്മൾ എല്ലാ ദിവസവും, അതായത് ദിവസേന എന്നോളം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിൽ അത് കളക്ട് ചെയ്യുന്നു. അത് നമ്മൾ അയക്കേണ്ട സ്ഥലത്തേക്ക്, അതിന്റെ സർവൈലൻസ് യൂണിറ്റിലേക്ക് അയക്കുന്നു. അവിടെയുള്ള ആൾക്കാർ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അവർ കാണുകയാണെങ്കിൽ അത് അലേർട്ട് ചെയ്യേണ്ട ആൾക്കാരെ അലേർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഡാറ്റയാണ് അയക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡാറ്റ അയക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രത്യേക പ്രദേശത്ത് ജോണ്ടിസ് കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ സർവൈലൻസ് യൂണിറ്റിനകത്തിരിക്കുന്ന ആൾക്കാർ, അതിനെ അലേർട്ട് ചെയ്യേണ്ട ആൾക്കാർ, അതായത് ടു ദോസ് റെസ്പോൺസിബിൾ ഫോർ പ്രിവെന്റിങ് ആൻഡ് കൺട്രോളിംഗ് ഡിസീസസ് ആണ്. അതായത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫീൽഡിലുള്ള ആൾക്കാർ, ഒരുപക്ഷെ അത് മെഡിക്കൽ ഓഫീസർ ആകാം അല്ലെങ്കിൽ മറ്റു ഫീൽഡ് സ്റ്റാഫ് ആവാം, അവരെ അലേർട്ട് ചെയ്യുകയും അവർ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഒരു റെയർ ആയിട്ടുള്ള ഒരു കേസ്, ഒരു പ്രദേശത്ത് ഒരു നിപ്പ അല്ലെങ്കിൽ എംപോക്സ് കേസ് പോലെയുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നമ്മൾക്ക് സ്റ്റേറ്റിലോട്ട് കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു ഇന്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞിട്ട് വന്ന ഒരാൾക്ക് ആണ് ഈ ഒരു എംപോക്സ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെൻട്രൽ ഏജൻസി വഴി അത് മറ്റ് രാജ്യത്ത് കൂടി അറിയിക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു
ടു വേ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻസ് എടുത്തു, അതായത് പബ്ലിക് ഹെൽത്ത് ആക്ഷൻസ് എടുത്തു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം എയിം എന്നുള്ളത് പ്രിവെന്റിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഡിസീസസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഡെഫിനേഷനകത്ത് ഞാൻ പറഞ്ഞു, നമ്മളൊരു ക്ലാസ് എന്നുള്ളത് ഒരു PHC മെഡിക്കൽ ഓഫീസർ ലെവലിലുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് റോൾ വന്നിരിക്കുന്നത് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഇതിന്റെ ഓൺഗോയിങ് സിസ്റ്റമാറ്റിക് കലക്ഷൻ, അതായത് ഈ ഡാറ്റയുടെ കലക്ഷന്റെ ഒരു ഭാഗത്താണ് ഒരു PHCയുടെ ലെവലിനകത്ത് ഒരു കാര്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം വരുന്നത് ഇതിന്റെ അവസാനത്തിലുള്ള കാര്യം, അതായത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിങ് ഓഫ് ഡിസീസസ്, അതിനകത്താണ് രണ്ടാമതായിട്ട് അവർക്ക് കാര്യം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അതായത് ഓൺഗോയിങ് സിസ്റ്റമാറ്റിക്, അതായത് ഓൺഗോയിങ് മീൻസ് തുടർച്ചയായിട്ട് ഡെയിലി ബേസിസിൽ സിസ്റ്റമാറ്റിക് കളക്ഷൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഡാറ്റയെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് സംബന്ധമായ ഡാറ്റയെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കളക്ഷൻ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ബേസിക്കലി ഞാൻ പറഞ്ഞു, ഇതൊരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു ക്ലാസ് ആണ്. ബേസിക്കലി നമ്മൾ എന്തൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സംബന്ധമായിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക്കലി പറയുകയാണെങ്കിൽ അതിനെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏകദേശം ഒരു 4 സബ് ഹെഡിങ്ങിൽ തിരിക്കാം. പൊതുവെ കളക്ട് ചെയ്യുന്ന ഒരു ഡെയിലി ബേസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഒന്ന്, മൊസ്കിറ്റോ ബോൺ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ ഡാറ്റയാണ്. രണ്ടാമത്തേത് മറ്റു വെക്ടർ അല്ലെങ്കിൽ സൂണോട്ടിക് ഡാറ്റയാണ്. മൊസ്കിറ്റോ ബോണിനകത്താണെങ്കിൽ ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ, JE, വെസ്റ്റ് നൈൽ ഫീവർ തുടങ്ങിയവയാണ് പൊതുവെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. സിക്ക തുടങ്ങിയവയുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ മറ്റ് വെക്ടർ ബോണിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സൂണോട്രിക്കിലേക്ക് വരികയാണെങ്കിൽ സ്ക്രബ് ടൈഫസ്, ലെപ്റ്റോസ്പൈറോസിസ്, ആനിമൽ ബൈറ്റ്സ് തുടങ്ങിയ ഡാറ്റ, അതുപോലെ തന്നെ വാട്ടർ ആൻഡ് ഫുഡ് ബോണിലേക്ക് വരികയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് തുടങ്ങിയ സംബന്ധിച്ച ഡാറ്റ. അപ്പോൾ തന്നെ ADDയും ഉണ്ട്. ഹ്യൂമൻ ടു ഹ്യൂമൻ ആയിട്ടുള്ള മീസൽസ്, മംസ്, ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, കോവിഡ് തുടങ്ങിയവയും, ഒപ്പം തന്നെ മറ്റ് റെയർ ഡിസീസ് ആയിട്ടുള്ള എംപോക്സ്, നിപ്പ, മെലിയോഡോസിസ് തുടങ്ങിയവയും നമ്മൾ ഏകദേശം നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെക്കുറിച്ച് പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വരിക. ഇതുകൂടാതെ കോമൺ ആയിട്ടുള്ള ILI, ADD, ഫീവർ തുടങ്ങിയ ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഈ രീതിയിൽ നമ്മൾ ഈ ഡാറ്റയൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി, അതായത് ആർക്കാണ് അസുഖം വന്നത്, ആ അസുഖം വന്നയാൾ ഏത് പ്രദേശത്താണ്, എത്ര വയസ്സുണ്ട് തുടങ്ങിയ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസും ഒപ്പം തന്നെ ഇതിന്റെ സിംറ്റംസുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ട് പേപ്പർ ഫോമിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇതിന്റെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ആ ഒരു അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടക്കുകയില്ല. അങ്ങനെ ആ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ പ്രദേശത്ത് നിന്നും അയക്കുന്ന ഡാറ്റ ഒരുപോലെ തന്നെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു അനാലിസിസ് നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ IHIP എന്നുള്ള പോർട്ടൽ, ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോം എന്നുള്ള പോർട്ടൽ. ചില കേസുകൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എംപോക്സ്, നിപ്പ തുടങ്ങിയവയൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഇമെയിൽ വഴി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം പലപ്പോഴും അക്യൂട്ട് എൻകെഫലൈറ്റിസ് സിൻഡ്രോം എന്നുള്ള ഒരു കാറ്റഗറി മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് IHIP പോർട്ടൽ വഴിയാണ്. അപ്പോൾ ഈ IHIP പോർട്ടലിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ഫോംസ് വഴിയാണ് എന്ന് നമുക്ക് അറിയാം. അത് ഈ പോർട്ടലിനകത്താണ് ഇതിന്റെ ഡാറ്റ കളക്ഷൻ നടക്കുന്നത്. ഈ പോർട്ടൽ കൂടാതെ അതിന് ആപ്പും കൂടിയുണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ IDSPയുടെ ഡാറ്റ കളക്ഷൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയുള്ള രൂപത്തിൽ മാത്രം കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. ഏതെങ്കിലും രീതിയിൽ പേപ്പറിലായിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡാറ്റ കളക്ഷൻ നടക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള 3 ഫോംസ് വെച്ചാണ്. ഒന്നാമത്തേത് S ഫോം ആണ്, രണ്ടാമത്തേത് P ഫോം ആണ്, മൂന്നാമത്തേത് L ഫോം ആണ്. S ഫോം എന്നുള്ളത് സിൻഡ്രോമിക് സർവൈലൻസ് ആണ് അതിനകത്ത് കാണുന്നത്. ബേസിക്കലി സിംറ്റംസ് മാത്രം ആണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഫീൽഡിൽ ഈ S ഫോം എന്നുള്ളത് ഓരോ JHI സെക്ഷനും അനുസരിച്ചിട്ടാണ് ഓരോ ലോഗിൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ JHI സെക്ഷനിലുള്ള ഫീൽഡ് സ്റ്റാഫ് അവര് ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ അവർ ഹൗസ് വിസിറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ഫീൽഡിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ അവിടെ എന്തൊക്കെ സിംറ്റംസ് ആണ്, ഒരിക്കലും അവർക്കൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല. അവിടെ എന്തൊക്കെ സിംറ്റംസ് ആണ് ആ ഒരു ഹൗസ് വിസിറ്റിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഫീവർ മാത്രമാണോ, ഫീവർ വിത്ത് റാഷ് ആണോ, ഫീവർ വിത്ത് ബ്ലീഡിംഗ് ആണോ, ഫീവർ വിത്ത് ഓട്ടേഡ്
സെൻസോറിയം ആണ്, അല്ലെങ്കിൽ കോഫ് ആണോ, കോഫ് ആണെങ്കിൽ ലെസ് ദാൻ 2 വീക്സ് ആണോ, വിത്ത് ഫീവർ ആണോ, വിത്തൗട്ട് ഫീവർ ആണോ, ലൂസ് വാട്ടർ സ്റ്റൂൾസ് ഉണ്ടോ, ജോണ്ടിസ് ഉണ്ടോ തുടങ്ങിയവയും, പിന്നെ അവരുടെ കയ്യിൽ ഒരു പക്ഷേ ഒരു സബ്സെൻറ്റർ സൂക്ഷിച്ചിട്ടുള്ള മലേറിയ RDT വഴി ചെയ്തിട്ടുള്ള അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ തുടങ്ങിയ സിൻഡ്രോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിവരം മാത്രമേ അവർക്ക് ഈ S ഫോമിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക്കലി എവിടെയെങ്കിലും ഫീവർ കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൂസ് വാട്ടറി സ്റ്റൂൾസ് ഉണ്ട്, ADD പോലെയുള്ള കാര്യങ്ങൾ, ഔട്ട് ബ്രേക്കിന് അല്ലെങ്കിൽ ജോണ്ടിസിന് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ S ഫോമിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് കിട്ടുന്നത് ഫീൽഡ് സ്റ്റാഫിൽ നിന്നുമാണ്. ഇനി ഇതേ പേഷ്യന്റ് തന്നെ, ഇതേ ആള് തന്നെ നമ്മുടെ OP-യിലേക്ക് വരികയാണ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഫീവർ ആയിട്ടുള്ള ഒരാൾ OP-യിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾക്ക് ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിലേക്ക് ഒരുപക്ഷെ എത്താനായിട്ട് സാധിക്കും, അവർ ബേസ്ഡ് ഓൺ ദർ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അങ്ങനെ പ്രൊവിഷണൽ ഡയഗ്നോസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് PFOM വഴി അറൌണ്ട് 33+ കണ്ടീഷൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇത്രയും കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ PFOമിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഓരോരുത്തരും, ഇപ്പം നേരത്തെ പറഞ്ഞ ഫീൽഡിലുള്ള ഫീവർ ആയിട്ടുള്ള അയാള് ഫീവറായിട്ട് ഫീൽഡിൽ വെച്ച് കണ്ടെത്തുകയാണെങ്കിൽ S ഫോമിനകത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ പിന്നെ അദ്ദേഹം OP-യിലേക്ക് വരികയാണെങ്കിൽ അത് PFOമിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫീവർ ആയിട്ടുള്ള ഒരാൾ ഒരു OP-യിൽ കാണിച്ചു, അയാൾ മറ്റൊരു OP-യിൽ കാണിക്കാം, എന്നിരുന്നു കഴിഞ്ഞാലും ഈ ഒരു ഡയഗ്നോസിസിനകത്ത് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതായത് എന്നെ ഒരാൾ കാണിച്ചു കഴിഞ്ഞാലും ഈ പേഷ്യന്റ് ILA ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ആണെന്ന് എനിക്ക് തോന്നണം, അത് മറ്റൊരു ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാലും അയാൾ ഫീവർ സോർ ത്രോട്ടൊക്കെ ആയിട്ട് വന്നയാളാണെങ്കിൽ അയാൾക്കും ഇതൊരു ILA ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, കേസ് ഡെഫിനേഷൻസ് IDSP റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് IDSP കേസ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് സെൻട്രൽ IDSPയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഈ ലിങ്ക് ഈ PPT പിന്നീട് ഷെയർ ചെയ്തു തരാം, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് IDSP കേസ് ഡെഫിനേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ IDSP കേസ് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഇതിനകത്ത് ILA അഥവാ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസിന്റെ കേസ് ഡെഫിനേഷൻ നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് IDSP കേസ് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എനി പേഴ്സൺ ആണ്, അതായത് പീഡിയാട്രിക് ആവാം അല്ലെങ്കിൽ അഡൾട്ട് ആവാം, വിത്ത് ആൻ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അയാൾ നമ്മളോട് പറയുന്നതാണ് എനിക്ക് ഫീവർ ഉണ്ട് എന്നുള്ളതാണ് പറയുക. അപ്പോൾ നമ്മൾക്ക് ബാക്കി എന്ത് സിംറ്റംസ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ അത് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് ആണെന്ന് കണ്ടെത്താം ക്ലിനിക്കലി. അപ്പോൾ അതിനകത്ത് തന്നെ കൃത്യമായിട്ട് എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നുള്ളതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കോഫ് ആൻഡ് സോർ ത്രോട്ട് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കോഫ് ഓർ സോർ ത്രോട്ട് അല്ല, കോഫ് ആൻഡ് സോർ ത്രോട്ട് ആണ്. അപ്പോൾ ചുമയും തൊണ്ടവേദനയും രണ്ടും കൂടി ഉണ്ടായിരിക്കുകയും ഒപ്പം തന്നെ ഒരു ഫീവർ, അതായത് മെഷേർഡ് ഫീവർ ഓഫ് മോർ ദാൻ ഓർ ഈക്വൽ ടു 38 ഡിഗ്രി സെൽഷ്യസ് ഓർ മോർ ദാൻ 100 ഓർ ഈക്വൽ ടു 100.4 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് തന്നെ ഈ ഫീവർ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിത്തിൻ ലാസ്റ്റ് 10 ഡേയ്സ് ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ താഴെയായിട്ട് തുടങ്ങിയ പനി, അത് തന്നെ ഒരു മെഷർ ചെയ്യുമ്പോൾ മോർ ദാൻ 38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഒപ്പം തന്നെ അയാൾക്ക് ഈ പനിയുടെ കൂടെ കോഫ് ആൻഡ് സോർ ത്രോട്ട് ഉണ്ട് എങ്കിൽ ഇതിനെ നമ്മൾക്ക് ILA ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇത്തരത്തിൽ മറ്റ് IDSP റിപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും IDSP അതിന്റെ കേസ് ഡെഫിനിഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് ഡെഫിനിഷൻ നമ്മൾ ഹാൻഡി ആയിട്ട് വെക്കുകയും അത്തരത്തിലാണ് കേസ് റിപ്പോർട്ടിംഗ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ OP-യിൽ ഇരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ഇൻചാർജുമാരായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ടും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ OP-യിലുള്ള മറ്റു ഡോക്ടേഴ്സിന്റെ അടുത്ത് നിങ്ങൾ PFOമിനകത്ത് ഇത്രയും കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക, അപ്പോൾ ഇതിന്റെ കേസ് ഡെഫിനേഷൻ ഒന്നുകിൽ നിങ്ങൾ OP-യിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കേസ് ഡെഫിനേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് ഹാൻഡി ആയിട്ട് OP-യിൽ വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, S ഫോമിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സിംറ്റമാറ്റിക് ആയിട്ടുള്ള സിൻഡ്രോമിക് സർവൈലൻസ് ആണ്. അതേ ആള് തന്നെ OP-യിലേക്ക് വരുമ്പോൾ അവരൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് കൊടുക്കാം. ആ S ഫോമിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് JHAയുടെ സെക്ഷനകത്ത് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്തിട്ട് അവിടുന്ന് ആ പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക് ആൻഡ് അതർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ്. PFOമിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PFOമിന്റെ ലോഗിൻ ഓരോ PHC അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, ഒരു മേജർ അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്ന OP-യിലെ ഡാറ്റയാണ് ഈ PFOമിനകത്ത് കൊടുക്കേണ്ടത്.
ഇനി ഇതേ പേഷ്യന്റിന് തന്നെ നമുക്ക് തോന്നുകയാണ് നമ്മൾക്ക് ഒരു ലാബ് ടെസ്റ്റും കൂടെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ PFOമിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ലാബ് ഉണ്ടെങ്കിൽ ഈ ലാബിലേക്ക് റെഫർ ചെയ്യാനായിട്ട് PFOമിനകത്ത് വെച്ചിട്ട് തന്നെ സാധിക്കും. അല്ലെങ്കിൽ ഈ പേഷ്യന്റ് നമുക്ക് വെറുതെ ലാബ് ടെസ്റ്റ് ചെയ്യണം എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ ഒരു ന്യൂ എൻട്രി ആയിട്ട് ലാബിനകത്ത് കാണിക്കാനും സാധിക്കും. അവർക്ക് വേറെ തന്നെ L-ഫോമിന്റെ എൻട്രി കൊടുത്തിട്ടുണ്ട്, ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ 3 തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് IHIP-യിലുള്ളത്. ഒന്ന് S-ഫോം, രണ്ടാമത്തേത് P-ഫോം, മൂന്നാമത്തേത് L-ഫോം. L-ഫോം എന്നുള്ളത് ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് എൻട്രി ചെയ്യാനായിട്ട് ഉള്ളതാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ P-ഫോമിൽ നിന്നും ഒന്നുകിൽ ലാബിലേക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ലാബിൽ വെച്ച് ലാബ് ടെക്നീഷ്യന് പുതുതായിട്ട് ഒരു എൻട്രി ആയിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് അതിനകത്ത് പുതിയ എൻട്രി ആയിട്ട് ചേർക്കാനും സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സംവിധാനം ആണ് നമ്മുടെ IHIP-ക്കകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഡിസീസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് ചിലപ്പോൾ നിങ്ങളെ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസിനകത്ത് ഈ ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഡെങ്കി ഫീവർ ആണ്. ഡെങ്കി ഫീവറിന്റെ കാര്യത്തിനകത്ത് ഒന്നാമത്തെ റോയിൽ കാണിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഏഡിസ് മൊസ്കിറ്റോസ് ആണ്. ഏഡിസ് മൊസ്കിറ്റോസ് ആണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാരണം ഇതെല്ലാം നമുക്ക് ഞാൻ ക്ലിനിക്കലി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് എന്നുള്ളതിനേക്കാൾ നമുക്ക് ഫീൽഡ് തലത്തിൽ എന്തൊക്കെ ഉപകാരം ഇതിനെ കൊണ്ട് വരും എന്നുള്ള രീതിയിലാണ് ഈ സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏഡിസ് മൊസ്കിറ്റോ ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പോസിറ്റീവ് ഓർഗാനിസം അല്ല, വെക്ടർ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതിന്റെ കാര്യം ഇത് എത്ര ദൂരം പറക്കും എന്നുള്ളതാണ്. ഏഡിസ് മൊസ്കിറ്റോന്റെ ഫ്ലൈറ്റ് റേഞ്ച് എന്നുള്ളത് സാധാരണഗതിയിൽ 400 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഞാൻ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിലിരിക്കുന്ന എനിക്ക് ഈ ഡെങ്കി ഫീവർ ഉണ്ടെങ്കിൽ എന്നെ ഇവിടുത്തെ ഒരു കൊതുക് കടിച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടായത് എങ്കിൽ എന്നിൽ നിന്നും ഇത് മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത എന്നുള്ളത് ഈ ഈഡിസ് മൊസ്കിറ്റോ പറക്കാനുള്ള ഒരു ദൂരമാണ്. അത് ഏകദേശം ഒരു 400-500 മീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്ടിവിറ്റീസ്, ഫീൽഡ് തലത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തേണ്ടത് ഏകദേശം ഇതിന്റെ ഫ്ലൈറ്റ് റേഞ്ചിലുള്ള ദൂരത്തായിട്ടായിരിക്കും. അതായത് എൻ്റെ വീടിന് ചുറ്റും ഒരു 500 മീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തേണ്ടത്. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം, പിന്നീട് അടുത്ത സ്ലൈഡ്സിൽ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്നുള്ളത് നമുക്കറിയാം. ഇത് ഏഡിസ് മൊസ്കിറ്റോ എന്നുള്ളത് ഇതിന്റെ വെക്ടറാണ്. അതിൽ തന്നെ ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്ടസ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ വെക്ടേഴ്സ്. അതിനകത്ത് ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഡെങ്കി വൈറസ് ആണ്. ഡെങ്കി വൈറസിനകത്ത് നമുക്ക് അറിയാനുള്ളത് ഇതിനകത്ത് 4 സീറോ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്, 1, 2, 3, 4 എന്നുള്ളത്. അത് അറിയേണ്ടതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ സീറോ ടൈപ്പ് 1ന്റെ ആണ് ഇൻഫെക്ഷൻ കിട്ടിയതെങ്കിൽ അതിന്റെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പക്ഷെ അതേസമയം തന്നെ ഇപ്രാവശ്യം നമുക്ക് സീറോ ടൈപ്പ് 1ന്റെ ഇൻഫെക്ഷൻ ആണ് കിട്ടിയതെങ്കിൽ അടുത്ത തവണ നമ്മൾക്ക് മറ്റൊരു സീറോ ടൈപ്പിന്റെ ഇൻഫെക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് മോർ പ്രോൺ ഫോർ എ ഹെമറാജിക് സിൻഡ്രോം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോംപ്ലിക്കേഷൻസിന് സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇതിവിടെ പറയാൻ കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡെങ്കി വൈറസിന്റെ സീറോ ടൈപ്പിംഗ് ചെയ്ത് വെക്കുന്നത് ഒരുപക്ഷെ നല്ലത് ആയിരിക്കും. ഏത് സീറോ ടൈപ്പ് പാറ്റേൺ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അത് ഫീൽഡ് തലത്തിൽ നിന്ന് നിങ്ങൾ അതിന്റെ സീറം അയക്കുകയാണെങ്കിൽ, പേഷ്യന്റ് സാമ്പിൾ അയക്കുകയാണെങ്കിൽ നമുക്ക് RPH ലാബ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് പോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതിന്റെ സീറോ ടൈപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ റോയുടെ കാര്യം. മൂന്നാമത്തെ റോയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ളത് യൂഷ്വലി അത് 3 to 4 days ആണ്. ക്യാൻ റേഞ്ച് ഫ്രം 3 to 14 days, അതായത് ഒരു 3-4 ദിവസത്തിനുള്ളിലാണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് ഡെങ്കു ആണ്. അപ്പൊ നമ്മൾ അയാൾക്ക് ഇവിടെ നിന്നാണോ ഇത് കിട്ടിയത്, അത് വേറെ എവിടെ നിന്നെങ്കിലും ആണോ കിട്ടിയതെന്ന് അറിയാനായിട്ട് ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡിൽ, ഒരു യൂഷ്വൽ ഇൻക്യുബേഷൻ പീരീഡിൽ അയാൾ എവിടേക്ക് പോയിട്ടുണ്ട്, അയാൾ എവിടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു ക്ലൂ ആയിട്ടാണ് ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. മൂന്നാമത്തേത് സിംറ്റംസ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾക്ക് നമ്മുടെ ഒരു ഫീൽഡ് ലെവൽ പോയിന്റ് ഓഫ് വ്യൂ പ്രത്യേകിച്ചൊന്നുമില്ല. നാലാമത്തത് ക്ലിനിക്കലി സാധാരണ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ്. റിട്രോ ഓർബിറ്റൽ പെയിൻ ആണ് പൊതുവെ പേഷ്യൻസ് പറയുന്ന ഒരു സിംറ്റം എന്നുള്ളത്. പിന്നെ റാഷും കൂടെ നോക്കാം.
മൂന്നാമത്തെ കാര്യം, അതായത് ടൂർണിക്കെ ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് അവിടുത്തെ നമ്മുടെ സ്ഥാപനത്തിലെ നഴ്സിംഗ് ഓഫീസേഴ്സിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾക്ക് ഈ ഡെങ്കിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സാധനം എന്നുള്ളത് ഡെങ്കി കോർണറാണ്. ഡെങ്കി കോർണറിനകത്ത് നമ്മൾ വെക്കേണ്ട ഒരു സാധനം ഡെങ്കിയുമായിട്ട് ബന്ധപ്പെട്ടത് IEC ആണ്. രണ്ടാമത്തേതായിട്ട് ഈ ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഡെങ്കി കോർണർ ആണ്. പലപ്പോഴും അത് സ്റ്റാഫ് നഴ്സ്, നമ്മുടെ നഴ്സിംഗ് ഓഫീസർ അവരെ പ്രീ ചെക്ക് തന്നെ ചെയ്യും. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഡെങ്കി കോർണറിൽ വെച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങൾ IEC ഉണ്ടായിരിക്കണമെന്നും ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. കൂടാതെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ നഴ്സിംഗ് ഓഫീസറിനെ എങ്ങനെയാണ് ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. കാരണം എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർവിഷന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നോക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഡെങ്കി കോർണർ ഉണ്ടോ, നമ്മുടെ നഴ്സിംഗ് ഓഫീസറിന് ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അറിയുമോ എന്നുള്ളത്. ടൂർണിക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആദ്യം പേഷ്യന്റ് BP നോക്കുക. പേഷ്യന്റ് BP നോക്കിയതിന് ശേഷം BP കഫ് വീണ്ടും റൈസ് ചെയ്യുക. അതിനുശേഷം സിസ്റ്റോളിക്കിനും ഡയസ്റ്റോളിക്കിനും ഇടയിലുള്ള ഒരു BP ആയി 5 മിനിറ്റോളം നിർത്തുക. ആ 5 മിനിറ്റ്സിന് ശേഷം ഇതിന്റെ ഡിസ്റ്റൽ ഏരിയയിൽ, അതായത് ഫോറാമിൽ ഒരു ഇഞ്ച് സ്ക്വയർ വരച്ച് അവിടെ എത്ര പുതിയ പെറ്റക്കിയെ, നേരത്തെ പെറ്റക്കി ഉണ്ടെങ്കിൽ അത് എണ്ണേണ്ട കാര്യമില്ല, പുതിയ പെറ്റക്കി, അത് നേരത്തെ തന്നെ സ്ക്വയർ ഇഞ്ച് വരച്ച് വെക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പുതിയ പെറ്റക്കി എത്ര എണ്ണം ഉണ്ട് നോക്കണം. അത് മോർ ദാൻ 20 ആണ് എങ്കിൽ ദിസ് പേഷ്യന്റ് ക്യാൻ ഗോ ഫോർ എ കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഹെമറാജിക് ടെൻഡൻസി ഉള്ള പേഷ്യന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. മേ നീഡ് എൻ ഇമ്മീഡിയറ്റ് റെഫറൽ. അതാണ് ടൂർണിക്കെ ടെസ്റ്റിന്റെ കാര്യം എന്നുള്ളത്. പിന്നെ അസൈറ്റിസ് പ്ലൂറൽ എഫ്യൂഷൻ, വരുന്നത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാം. കാരണം ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഷിഫ്റ്റ്, കാരണം വാസ്കുലർ എൻഡോത്തീലിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം നമ്മളൊരു ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അസൈറ്റിസ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായേക്കാം. പക്ഷെ അതൊക്കെ റയർ ആയിട്ട് മാത്രമാണ് നടക്കാറുള്ളത്. നമുക്ക് PHCയിലൊന്നും ഇത് കിട്ടണമെന്ന് ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നിട്ട്, ഒരു ഡെങ്കി പേഷ്യന്റ് വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ സസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മുടെ PHC MOയ്ക്ക് മറ്റു ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കാം. അസൈറ്റിസ് ഉണ്ടെങ്കിലും അത് അവഗണിക്കരുത് എന്നുള്ള കാര്യം, അസൈറ്റിസിന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവഗണിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇതൊക്കെ PHC ലെവലിൽ കിട്ടുന്നത് റയർ ആണ്. ഒരുപക്ഷെ ഒരു കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആയിട്ട് IP ആകുന്ന പേഷ്യന്റിലേക്കായിരിക്കാം കൂടുതലായിട്ട് ഇത് കാണുന്നത്. മൂന്നാമത്തെ ഈ റോയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാബ് ഇൻവെസ്റ്റിഗേഷനകത്ത് നമ്മളെപ്പോഴും നോക്കുന്നത് നമുക്കറിയാം ലൂക്കോപ്പീനിയ, ത്രോംബോസൈറ്റോപീനിയാണ്. അതിനകത്ത് ത്രോംബോസൈറ്റോപീനിയുടെ കാര്യത്തിനകത്ത് ഒരു ചെറിയ, അതായത് 1.5 to 4 lakhs ആണ് നമ്മുടെ യൂഷ്വൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് റേഞ്ച് എന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് ലെസ് ദാൻ 1.5 ആവുമ്പോൾ തന്നെ ഒരു റെഫറൽ ആവശ്യമില്ല എന്നുള്ളതാണ് PHC ലെവൽ MOസിനോട് പറയേണ്ട മറ്റൊരു കാര്യം. കാരണം ഇവിടുന്ന് ഒരു 1.4 അല്ലെങ്കിൽ 1.3 1.2 ആയ ഒരു പേഷ്യന്റിനെ നമ്മളെ റെഫർ ചെയ്തിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാലും GH-DHലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി അതിനകത്തൊന്നും തന്നെ ചെയ്യാനില്ല. നമുക്കവിടെ നോക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഈ പറയുന്ന ത്രോംബോസൈറ്റോപീനിയിൽ ഉണ്ടാകുന്ന ഫോൾ, അതായത് പിന്നെ ഒരു ഭയങ്കര അഗ്രവേറ്റഡ് ആയ ത്രോംബോസൈറ്റോപീനിയ ഇന്ന് 1.5 കണ്ടു അല്ലെങ്കിൽ 1.4 കണ്ടു, 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും പേഷ്യന്റ് പ്ലേറ്റ്ലെറ്റ് പിന്നെ ഒരു 60 അല്ലെങ്കിൽ 50,000ലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫോളാണ്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഫറൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒന്നാണ് ഹെമറ്റോക്രിറ്റ് ഭയങ്കര റേസ് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിനെയും കൂടെ നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത്, ചെറിയൊരു ത്രോംബോസൈറ്റോപീനിയ ഉള്ളത് കൊണ്ട് മാത്രം ഉള്ള റെഫറൽ നമ്മൾ കുറയ്ക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തേത് NS1 ആന്റിജൻ IgM ELISA. ഇതിനകത്താകെ നമ്മളെ ഇത് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരിക പുതുതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുതുതായിട്ട് അഡ്ഹോക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് വരുന്നവരോടായിരിക്കാം. NS1 ആന്റിജനും IgM ELISA നമുക്കറിയാം, ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത് ലെസ് ദാൻ 5 to 7 ഡേയ്സിനുള്ള ഓൺസെറ്റ് ഉണ്ടാകുമ്പോഴാണ്. അതായത് ഡിസീസ് ഓൺസെറ്റ് തൊട്ട് സിംറ്റം സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ലെസ് ദാൻ 5 to 7 ഡേയ്സിലാണ് നമ്മൾ NS1 ആന്റിജൻ ചെയ്യേണ്ടതെന്നും അതിനുശേഷമാണ് IgM ELISA ചെയ്യേണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യം നമ്മുടെ പുതിയ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു കാര്യമായിരിക്കാം NSAIDs ഉപയോഗിക്കരുത് എന്നുള്ളത്. കാരണം ഭയങ്കരമായിട്ട് മയാൾജിയ പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഡെങ്കി ഫീവർ എന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് NSAIDs പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ത്രോംബോസൈറ്റിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യാനും ബ്ലീഡിംഗ് ടെൻഡൻസി കൂടുതൽ കൂടാനും മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളത് കാര്യമാണ് പറയേണ്ടത്. പിന്നെ പേഷ്യന്റിന് ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്തും പ്രത്യേകിച്ച് ക്ലിനിക്കൽ അല്ലാതെ മറ്റു കാര്യങ്ങളില്ല. ഡെങ്കുവിന്റെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് മലേറിയയിലേക്കാണ്. മലേറിയക്കകത്ത് നമ്മൾ ഇതിന്റെ വെക്ടർ എന്താണെന്നുള്ളത്, കാരണം ഇതൊക്കെ നമ്മൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് ഇതിപ്പം മലേറിയ വന്നു, അപ്പോൾ അവിടെ പോയി നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ
ഇതിന്റെ കോസിറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു ഫീൽഡ് ലെവലിൽ ഇമ്പോർട്ടൻസ് വരുന്ന മൂന്നാമത്തെ റോയിൽ, അതായത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതായത് യൂഷ്വലി നമ്മൾ കാണുന്ന മലേറിയ കേസൊക്കെ ഇമ്പോർട്ടഡ് കേസുകളാണ്, പ്രത്യേകിച്ച് ഇൻഡർസ്റ്റേറ്റ് ആയിട്ട് മാംഗ്ലൂർ, മുംബൈ അല്ലെങ്കിൽ മൈഗ്രൻസ്, അതായത് ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള ഇന്റർനാഷണൽ ട്രാവൽ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിലാണ്. അപ്പോൾ അവരോട് ഇതിന്റെ ഒരു മാക്സിമം ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരസൈറ്റ് അനുസരിച്ചിട്ട് പ്ലാസ്മോഡിയം ഫോൾസിപാരമാണോ വൈവാക്സ് ആണോ അനുസരിച്ച് മാറുമെങ്കിലും ക്യാൻ റേഞ്ച് അപ് ടു 30 days ആണ്. അപ്പോൾ ഒരു ലാസ്റ്റ് 30 daysനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് ആ പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫീവർ പ്രസന്റ് ചെയ്യുന്ന പേഷ്യന്റിന് ഒരു സ്മിയർ വിട്ടേക്കണം എന്നുള്ള ഒരു ഹിന്റാണ് നമ്മുടെ ഒപ്പിയിലിരിക്കുന്ന ഡോക്ടേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം തന്നെ ഫീവർ വിത്ത് ചിൽസ് ആൻഡ് റൈഗേഴ്സ്, പൊതുവേ നമ്മളത് ക്ലാസിക്കലി പറയുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും കിട്ടുന്ന പേഷ്യൻസിന് അങ്ങനെ ഒരു ഫീവർ വിത്ത് ചിൽസ് ആൻഡ് റൈഗേഴ്സ് പറയുന്നുണ്ട് എന്നുള്ളത്. ബേസിക്കലി പറയാനുള്ളത് ട്രാവൽ ഹിസ്റ്ററി ചോദിക്കണമെന്നും, ട്രാവൽ ഹിസ്റ്ററി ചോദിച്ചിട്ട് അങ്ങനെ ഒരു ട്രാവൽ ഹിസ്റ്ററി ലെസ് ദാൻ 30 days ഉണ്ട് എങ്കിൽ ആ പേഷ്യന്റിന് ഒരു സ്മിയർ എഴുതി വെച്ചേക്കും. അറ്റ്ലീസ്റ്റ് ഒ.പി. ടിക്കറ്റിനകത്ത് മിനിമം നമ്മളൊരു സ്മിയർ എഴുതി വെക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. കാരണം മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ FHC ആയതുകൊണ്ട് ലാബ് ഉണ്ട്, സ്മിയർ എടുക്കാനായിട്ട് സാധിക്കും. നല്ല ട്രെയിൻഡ് ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അവിടെ തന്നെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്കിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ മിനിമം ഒരു RDT, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കിറ്റ് വെച്ചിട്ടെങ്കിലും ഒരു ഡയഗ്നോസിന് ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏർലി ആയിട്ട് തന്നെ, എത്രയും നേരത്തെ തന്നെ ഈ ഒരു മലേറിയ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള കാരണം ആണ് ഈ സ്ലൈഡിനകത്തുള്ളത്. അതായത് നമുക്ക് അറിയാം മലേറിയയുടെ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ, അതായത് പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിളിനകത്ത് ഒരു അസെക്ഷൽ സൈക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ സൈക്കിൾ ഉണ്ട്. അസെക്ഷൽ സൈക്കിൾ എന്നുള്ളത് നമ്മുടെ മനുഷ്യരിലാണ് അത് പൂർത്തിയാകുന്നത്, നടക്കുന്നത്. അത് ആരംഭിക്കുന്നത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് അനോഫിലസ് മൊസ്കിറ്റോ ഒരു ആരോഗ്യവാനായ ഒരാളെ കടിക്കുകയും അതിന്റെ സ്പോറോസൈറ്റ് ഫോം, ഈ ഒരു പ്ലാസ്മോഡിയത്തിന്റെ സ്പോറോസൈറ്റ് ഫോം നമ്മളിൽ ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മനുഷ്യരിലുള്ള ഈ ഒരു അസെക്ഷൽ സൈക്കിൾ ആരംഭിക്കുന്നത്. അതിന് മൂന്ന് ഫേസ് ഉണ്ട്. ഹെപ്പാറ്റിക് ഫേസ് ഉണ്ട്, എറിത്രോസൈറ്റിക് ഫേസ് ഉണ്ട്, ഗാമറ്റോഗോണി ഉണ്ട്. അപ്പൊ ഈ ഒരു മൊത്തത്തിലൊരു 2 weeks വരെ ഇതിനെ എടുത്തേക്കാം. അപ്പോ ആ ഒരു ഫേസിന്റെ അകത്ത് വെച്ച് തന്നെ നമ്മൾ ഈ പറയുന്ന സാധനത്തിന്, ഈ സ്പോറോസൈറ്റിന് പിന്നീടുള്ള ഷൈസോണ്ടാകാം, മിറോസൈറ്റ്, ആ ഒരു ഫേസിൽ തന്നെ ഇത് നശിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഗാമറ്റോസൈറ്റ് ആയിട്ട് അവസാനത്തെ ഗാമറ്റോഗോണി കഴിഞ്ഞിട്ട് ഉള്ള ഗാമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നതിന് മുന്നേ തന്നെ ഇതിനെ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്മിഷൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്കറിയാം, നമുക്ക് ഇൻഡിജിനസ് കേസുകൾ കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് കൂടുതലായിട്ടുള്ളതും മൈഗ്രൻസ് അവിടെ നിന്നും, അവിടെ ഇപ്പം ഒഡീഷ, ജാർഖണ്ഡ് അവിടെ നിന്നൊക്കെ വന്നു, അവിടെ ഒരുപാട്, അവിടെ ഏതാണ്ട് എൻഡമിക് പോലെയാണ്. അപ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന പാരസൈറ്റിനെയും കൊണ്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് അനോഫിലസ് മൊസ്കിറ്റോ പറന്ന് നടക്കുന്നുണ്ട്. അതിന്റെ വെക്ടർ ഇവിടെയുണ്ട്. ഇതിന് ഈ പാരസൈറ്റിനെ കിട്ടുകയും വേണ്ടും മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ വരുന്ന മൈഗ്രന്റ് അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് ട്രാവലർ, അപ്പോൾ അവരുടെ ശരീരത്തിൽ ഈ പറയുന്ന പാരസൈറ്റിന്റെ ഈ ഒരു ഫോം ഉണ്ടെങ്കിൽ അത് ഗാമറ്റോഗോണി കഴിഞ്ഞിട്ട് ഗാമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നതിന് മുന്നേ നമ്മൾ അതിനെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ട്രാൻസ്മിഷൻ ഇവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ക്ലോറോക്വിൻ, പ്രൈമോക്വിൻ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എത്രയും നേരത്തെ കണ്ടുപിടിക്കേണ്ടതിന്റെ പ്രാധാന്യം. അതായത് ഏർലി സ്റ്റേജ് ഓഫ് ഇൻഫെക്റ്റഡ് പാരസൈറ്റിൽ തന്നെ നമ്മൾ ഇതിനെ ഇൻഫെക്റ്റഡ് പേഴ്സൺസിൽ നിന്ന് നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുക, കണ്ടെത്തുക, അവർക്ക് ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത് മലേറിയയുടെ കാര്യത്തിനകത്ത്. പിന്നെ അടുത്തത് നമ്മൾക്ക് കോമൺ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒന്നാണ് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്നുള്ളത്. ജാപ്പനീസ് എൻകെഫലൈറ്റിസിന്റെ ഒന്നാമത്തെ റോയിനകത്ത് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട ട്രൈറ്റോനോറിയസ്, വിഷ്ണു, വിഷ്ണു തുടങ്ങിയ മോസ്കിറ്റോസ് ആണ്. ഒന്ന് അതിന്റെ കാര്യവും ഇതിന്റെ ഫ്ലൈറ്റ് റേഞ്ച് തന്നെയാണ്. കാരണം ഇതിന്റെ ഫ്ലൈറ്റ് റേഞ്ച് നമ്മുടെ ഈഡിസ് മൊസ്കിറ്റോനെ പോലെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 400 മീറ്റർ അല്ല, ഏകദേശം 3 മുതൽ 5 കിലോമീറ്റർ വരെ അത് ഫ്ലൈ ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റേ ഈഡിസ് ഉണ്ടാക്കുന്ന സിക്കയോ അല്ലെങ്കിൽ നമ്മുടെ ഡെങ്കിയോ അതൊക്കെ ആണെങ്കിൽ അതിന് ഒരു 500 മീറ്റർ ചുറ്റുള്ള നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് നടത്തിയാൽ മതിയെങ്കിൽ, യഥാർത്ഥത്തിൽ ക്യൂലെക്സ് ഉണ്ടാക്കുന്ന ജെയിയോ അല്ലെങ്കിൽ വെസ്റ്റ്നൈലോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി എന്നുള്ളത് 3 to 5 കിലോമീറ്റേഴ്സ് റേഡിയസ് ചുറ്റുകളിൽ തന്നെ നമ്മൾ നടത്തേണ്ടി വരും. അതാകുമ്പോൾ നമുക്കറിയാം ഒരു വാർഡായിരിക്കില്ല, ചിലപ്പോൾ ഒരു പഞ്ചായത്ത് കടന്ന് അടുത്ത പഞ്ചായത്തിലടക്കം ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. അതായത് നമുക്കൊരു ക്രോസ് നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു കാര്യമുള്ള ഒന്നാണ്, അതായത് അടുത്ത PHCയിലും കൂടെ അറിയിക്കേണ്ട കാര്യമുള്ള ഒന്നാണ് ഈ JEE എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇത് നമുക്കറിയാം, ഇത്
പ്രധാനമായിട്ടും ഈ ഒരു വൈറസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് പലപ്പോഴും മൈഗ്രേറ്ററി ബേർഡ്സ് വഴിയൊക്കെയാണ്. ജെഇ ആയിക്കോട്ടെ, വെസ്റ്റ് നൈൽ ആയിക്കോട്ടെ, ആ ഒരു മൈഗ്രേറ്ററി ബേർഡ്സ് വഴി ഇതിന്റെ വൈറസ് വരികയും, അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു വൺ ഹെൽത്ത് ആസ്പെക്റ്റിൽ പറയാൻ സാധിക്കുന്നത്, എവിടെയെങ്കിലും ഈ ഒരു പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെ നമ്മൾ ഈ പറയുന്ന ആനിമൽ ഹസ്ബൻഡറിക്കാരെ അറിയിക്കുകയും അതിന്റെ ടെസ്റ്റിംഗ്, അതിന്റെ ബയോളജിക്കൽ ടെസ്റ്റിംഗ് നടത്താൻ പറയുകയും അതിനകത്ത് ഇതിന്റെ പ്രസൻസ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ അതിന് എന്തെങ്കിലും രീതിയിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങാനുള്ള കാരണം ഒരുപക്ഷെ ഇതാണോ എന്നുള്ളത്. അതുപോലെ തന്നെ നോക്കേണ്ട ഒന്നാണ്, എവിടെയെങ്കിലും പന്നി ഫാമിൽ അവിടെ പിഗ്ലെറ്റ്സ്, അതായത് പന്നികളിൽ നമുക്കറിയാം ഇത് ജെഇയുടെ ഒരു ആംപ്ലിഫയർ ഹോസ്റ്റ് ആണ് പിഗ്സ് എന്നുള്ളത്. അതിനകത്ത് പെറ്റ് പെരുകുന്നു എന്നല്ലാതെ പന്നികളിൽ അത് വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ പന്നിക്കുട്ടികൾ ഒരുപക്ഷെ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഒരു കാരണം ഈ ജെഇ ആയിരിക്കാം. അപ്പൊ എവിടെയെങ്കിലും പിഗ്ലെറ്റ്സ് അങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം നമ്മളത് ആനുവൽ ഹസ്ബൻഡറിക്കാരെ അറിയിക്കുകയും അവരത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ഈ ഒരു വെക്ടർ ആയിട്ടുള്ള ക്യൂലെക്സ് കൊതുകുകൾ കൂട്ടത്തോടെ മുട്ടയിട്ട് വളരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ പാഡി ഫീൽഡ്സ്. അപ്പോൾ അതിന് ചുറ്റുപാടും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം നമുക്കറിയാം ജെഇ വൈറസ് തന്നെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് യൂഷ്വലി 5 to 15 days ആണ്. പിന്നെ ഇത് മനുഷ്യരിലേക്ക് കടക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ബേർഡ്സ് വഴിയായിരിക്കാം ഈ ഒരു വൈറസ് എത്തുന്നത്, ആ ഒരു മൈഗ്രേറ്ററി ബേർഡ്സ്. അതിനുശേഷം ചിലപ്പോൾ പിഗ്സിൽ പോയിട്ട് ഇതിന്റെ ആംപ്ലിഫൈങ് നടന്നിട്ടുണ്ടാവാം. ക്യൂലെക്സ് കൊതുക് ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഉണ്ട്, ഇതിന്റെ വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതായത് ബേസിക്കലി കൊതുക് എന്തിനാണ് നമ്മളെ കടിക്കുന്നത് നമുക്കറിയാം. അതും ഫീമെയിൽ മോസ്കിറ്റോസ് മാത്രമാണ് നമ്മളെ ബൈറ്റ് ചെയ്യുന്നതിന്റെ ഓവുലേഷൻ, അതുപോലെ തന്നെ ആ ഒരു സെക്ഷൽ ഇത് പൂർത്തിയായ എക്സ് ഫോർമേഷന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊതുകുകൾ ബ്ലഡ് മീൽ എടുക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ആക്സിഡന്റൽ ആയിട്ടാണ്, അതായത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിഗ്സിൽ നിന്നോ അല്ലെങ്കിൽ ബേർഡ്സിൽ നിന്നോ ഈ വൈറസ് നമ്മുടെ ക്യൂലെക്സിന്റെ കൊതുകിന്റെ ശരീരത്തിൽ എത്തുകയും അവിടെ നിന്നും അത്തരത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വൈറസ് എത്തുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്ന അസുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജെഇ ആയിക്കഴിഞ്ഞാലും വെസ്റ്റ് നൈൽ ആയിക്കഴിഞ്ഞാലും നമുക്കറിയാം മാൻ എന്നുള്ളത് ഇതിന്റെ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് മാത്രമാണ്. അതായത് നമ്മളിൽ ഈ പറയുന്ന ജെഇയുടെയോ അല്ലെങ്കിൽ വെസ്റ്റ് നൈലിന്റെയോ വൈറീമിയ അത്രയും ഹൈ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫെക്റ്റീവ് അല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് നമ്മളിൽ നിന്നും, അതായത് ഒരു സ്ഥലത്തൊരു ജെഇ പിന്നെ പേഷ്യന്റ് ഉണ്ടെങ്കിൽ അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അസുഖം പകരില്ല. അതൊക്കെ ആയിരിക്കും ഫീൽഡിൽ നിന്നും നമുക്ക് കിട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഈ പറയുന്ന പേഷ്യന്റിനെ നമ്മൾ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിനെ നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം അയാൾക്ക് ഇത്രയും ഹൈ വൈറേമിയ ഇല്ലാത്തത് കൊണ്ട് അയാൾ ഇൻഫെക്റ്റീവ് അല്ല. അതേസമയം അവിടെ എങ്ങനെ ഈ പറയുന്ന വൈറസ് വന്നൂടെ, പിഗ് ഫാം ഉണ്ടോ, അല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂലെക്സ് വെക്ടറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ടെസ്റ്റ് പൊതുവേ ചെയ്യുന്നത് IgM ELISA ആണ്. അത് ഇതിന്റെ പ്രോബിൾ ആയിട്ടുള്ള ഇതാണ്. കൺഫർമേറ്ററി ആയിട്ട് RT-PCR-ഉം. വെസ്റ്റ് നൈലിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ക്യൂലെക്സ് ആണ് ഇതിന്റെ വെക്ടർ എന്നുള്ളത്. ക്യൂലെക്സിന്റെ വിഷ്ണോയി, സ്യൂഡോ വിഷ്ണോയി, കിംഗിഫേഷ്യേറ്റീസ് തുടങ്ങിയവയാണ്. ബേർഡ്സ് ആണ് ഇതിന്റെ ഒരു ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത് അതിനകത്തു നിന്നുമാണ്. അത്രയുമാണ് വെസ്റ്റ് നൈലിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് കുറച്ച് ഡിസീസിന്റെ OP-യിൽ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മുടെ ഫീൽഡ് ഏരിയയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡ്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത്, ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾക്ക് അത് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് കൊണ്ടുതരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ലാബിനകത്ത് നിന്ന് കിട്ടും. എന്തായി കഴിഞ്ഞാലും നമ്മൾ അവിടെ നോക്കേണ്ടത് എന്ത് തരത്തിലുള്ള ടെസ്റ്റ് ആണ് ആ കേസിൽ ചെയ്തത് എന്നുള്ളത്. അത് നോക്കിയിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ട് പ്രോബബിൾ ആയിട്ടാണോ കൺഫേംഡ് ആയിട്ടാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പ്രോബബിൾ ആയി കഴിഞ്ഞാലും കൺഫേംഡ് ആയി കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയും എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ റിപ്പോർട്ടിങ്ങിനകത്ത് മാത്രമേ ചെറിയ മാറ്റം, അല്ലെങ്കിൽ ചെറിയ മാറ്റം നമ്മൾ അത് പ്രോബബിൾ എന്നുള്ള കോളത്തിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോബബിൾ എന്നുള്ള കോളത്തിലേക്ക് പോകും, കൺഫേംഡ് ആണെങ്കിൽ കൺഫേംഡ് എന്നുള്ള കോളത്തിലേക്ക് പോകും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകളാണ്
നമ്മളത് ചെയ്യേണ്ടതെന്നറിയാം. അതിന് മുന്നേയായിട്ട് ആഹ്, ഈ പറയുന്ന എല്ലാ കേസുകളും നമ്മൾ കൺഫേം ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യം വരും. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിനകത്ത് ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിക്കഴിഞ്ഞാലും, ഡെങ്കി ആയിക്കോട്ടെ, ഹെപ്പറ്റൈറ്റിസ് ആയിക്കഴിഞ്ഞോട്ടെ, അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രബലന്റ് ആയിട്ടുള്ള കേസുകളിൽ എല്ലാ കേസുകളിലും നമ്മൾ അതിന്റെ കൺഫർമേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഡെങ്കി കേസുകൾ ഒരു പ്രദേശത്ത് ആ സീസണിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് കേസുകൾ കൺഫേം ചെയ്യണം. പിന്നീട് അങ്ങോട്ട് വരുന്ന ഇതുമായിട്ട് എപ്പിഡമോളജിക്കലി, അതായത് ഈ പേഷ്യന്റുമായിട്ട് അല്ലെങ്കിൽ ഈ വരുന്ന പുതിയ പേഷ്യന്റ് ആ പ്രദേശത്തുള്ള ആൾ തന്നെയാണ്, അയാൾക്ക് അവിടെ നിന്ന് തന്നെയാണ് ഈ അസുഖം കിട്ടിയിരിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കേസുകളെയും പിടിച്ച് നമ്മൾ അതിനകത്ത് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. അതും ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിനകത്തും അത് തന്നെയാണ്. ബേസിക്കലി പറയാനുള്ളത്, ഒരു ഔട്ട്ബ്രേക്ക് തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു സീസണിൽ ഇത്തരത്തിലുള്ള കേസുകൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ കേസുകളിൽ കുറച്ചെണ്ണം നമ്മൾ നിർബന്ധമായിട്ടും കൺഫർമേഷൻ ചെയ്യണം. അതുപോലെ തന്നെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മൾ കൺഫേംഡ് കേസിന്റെ എണ്ണവും കുറച്ച് കൂട്ടണം. ഒരു 25% എങ്കിലും, നമുക്ക് 100 കേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 25% എങ്കിലും നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റിന് വിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ എല്ലാ കേസുകളും 100 ഹെപ്പറ്റൈറ്റിസ് കേസുകൾ ഉണ്ടെങ്കിൽ 100 ഹെപ്പറ്റൈറ്റിസ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റുകൾ ചെയ്യണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. നമ്മുടെ റിസോഴ്സ് സേവ് ചെയ്യുകയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ കേസുകൾ ആണ് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ പ്രോബിൾ അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ട് തിരിക്കാനായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പൊതുവേ കാണുന്ന ഡിസീസസിനകത്ത് ഡെങ്കിയുടെ എല്ലാ ടെസ്റ്റുകളും നമ്മൾ പ്രോബിൾ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എലൈസ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കൺഫേംഡ് ആയിട്ടും, മലേറിയക്കകത്ത് ചെയ്യുന്ന ടെസ്റ്റുകൾ പ്രോബിൾ ആയിട്ടും, അതിന്റെ പെരിഫറൽ സ്മിയർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൺഫേംഡ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിനകത്താണെങ്കിൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ LFT റൈസ്ഡ് ഒക്കെ ആയിട്ട് ആ കേസുമായിട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഹെപ്പറ്റൈറ്റിസ് എ കേസുകളുമായിട്ട് എപ്പിഡമോളജിക്കൽ ലിങ്കേജ് ഉള്ള കേസുകളെ ഒക്കെ നമ്മൾ പ്രോബിൾ കേസുകളായിട്ടും, അതേസമയം IgM, HAV, എലൈസ ആന്റിബോഡി ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ കൺഫേംഡ് ആയിട്ടുമാണ് ചെയ്യുന്നത്. സ്ക്രബ് ടൈഫസിലാണെങ്കിൽ വീൽ ഫെലിക്സ് മാത്രം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു അഗ്ലൂട്ടിനേഷൻ നമ്മൾ പ്രോബിൾ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ IgM എലൈസ തന്നെ ചെയ്യണം. IgM എലൈസയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനകത്ത് തന്നെ സിംഗിൾ ഹൈ ടൈറ്റർ ആണെങ്കിൽ അത് പ്രോബിൾ ആയിട്ടും, 4-fold റൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൺഫേംഡ് ആയിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. PCR ആണ് അതിന്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ജെയുടെ കാര്യത്തിനകത്ത് ജാപ്പനീസ് എൻകെഫലൈറ്റിസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് നൈലിന്റെയും കാര്യത്തിനകത്ത് എലൈസ ടെസ്റ്റുകൾ അത് നമ്മൾ പ്രോബിൾ കേസുകളായിട്ടും, അതുപോലെ തന്നെ PCR പോസിറ്റീവ് ആകുന്ന കേസുകളെ കൺഫേംഡ് കേസുകളായിട്ടുമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ എന്നുള്ളത് എത്ര ദിവസത്തിനുള്ളിൽ ഏതൊക്കെ സാമ്പിൾസ് നമ്മൾ അയക്കണം, അത് എത്രമാത്രം ക്വാണ്ടിറ്റി അയക്കണമെന്നും എവിടെയൊക്കെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡെങ്കി കേസുകളുടെ കാര്യത്തിനകത്ത് നമ്മൾ NS1 ചെയ്യുന്നത് വിത്തിൻ 5 to 7 days ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. സീറം സാമ്പിൾ 2 ml വെച്ചിട്ട് നമ്മൾക്ക് പൊതുവെ നമ്മളുടെ എലൈസ ടെസ്റ്റുകൾ PH ലാബുകളിൽ, റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഡെങ്കിയുടെ IgM എലൈസ ടെസ്റ്റുകളും അത് ആഫ്റ്റർ 5 days ആണ് നമ്മൾ ചെയ്യേണ്ടത്. PH ലാബുകളിൽ ലഭ്യമാണ്. ലെപ്റ്റോസ്പൈറയുടെയും നമ്മൾക്ക് PH ലാബിൽ തന്നെ എലൈസ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. മീസിൽസ്, റുബെല്ല നമ്മൾ എലിമിനേഷനിലേക്ക് പോകുന്ന ഒരു പിന്നെ 2 ഡിസീസസ് ആണ്. അപ്പോൾ അതിന്റെ എല്ലാ കേസുകളും, ഏത് ഫീവർ വിത്ത് റാഷൻ നമ്മൾ അതിന്റെ വൈറോളജിക്കൽ അല്ലെങ്കിൽ സിറോളജിക്കൽ ടെസ്റ്റിന് അയക്കേണ്ടതാണ്. വൈറോളജിക്കൽ ടെസ്റ്റിന് അയക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ത്രോട്ട് സ്വാബും യൂറിനുമാണ് എടുക്കുന്നത്. അത് വിത്തിൻ 7 days ഓഫ് റാഷ് ഓൺസെറ്റ് ആണ് ചെയ്യേണ്ടത്. അത് VTMനകത്ത് തന്നെ അത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. VTM മിക്കവാറും നിങ്ങളുടെ ബ്ലോക്കിൽ ഉണ്ടാകും. അത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്നുമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NAVയുടെ ലാബുകളിൽ നിന്നും ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫ്തീരിയക്കാണെങ്കിൽ ത്രോട്ട് സ്വാബ് ആണ് എടുക്കേണ്ടത്. അതിൽ തന്നെ അമീസ് ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ 2 to 8 degrees Celsius തന്നെ അത് അയക്കണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോ അല്ലെങ്കിൽ ഇതിലാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. പെട്ടൂസിന്റെ കാര്യത്തിലാണെങ്കിൽ വിത്തിൻ 4 weeks ഓഫ് ഓൺസെറ്റ് ആണെങ്കിൽ നാസോഫാരഞ്ചിയൽ സ്വാബും VTMൽ നമുക്ക് അയക്കാം. സിറോളജിക്ക് ആണെങ്കിൽ 2 to 12 weeks അതിന്റെ ഓൺസെറ്റ് ഓഫ് കഫിലാണെങ്കിൽ സിറം അയക്കാം. ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിനകത്താണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും കാര്യത്തിനകത്താണെങ്കിൽ നമ്മൾക്ക് അതിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മുടെ PH ലാബിലേക്ക് അയക്കാം. IgM യൂഷ്വലി അത് ഡിസീസ് ഓൺസെറ്റിന് ഒരു 5 to 7 days ശേഷം നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ഇത് ചെയ്യാം. ഡിസീസ് ഓൺസെറ്റോടുകൂടി തന്നെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇത്രയും നേരം ദിവസം വെയിറ്റ് ചെയ്യേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകൾ
നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതായത് ഒരു PHC ലെവലിനകത്ത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ ട്രീറ്റിംഗ് ഫിസിഷ്യനോട് നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇതിന്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചില കേസുകളിലെങ്കിലും, ചിലപ്പോൾ ഡെങ്കി കേസുകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ആകും. അപ്പൊ നമുക്ക് ഒന്നുകിൽ പേഷ്യന്റിനോട് RPS ലാബിൽ ചെയ്തിട്ട് വരാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായിട്ട് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും സീറം എടുത്തുകൊണ്ട് ഹബ് ആൻഡ് സ്പോക്ക് വഴി നമുക്ക് അത് RPS ലാബിലേക്ക്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചുകൊണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള അടുത്ത ലാബിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈവറ്റിൽ നിന്നും ചെയ്ത ടെസ്റ്റുകളും നമ്മളിപ്പം കൺഫേംഡ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അവിടെ നിന്നും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ടെസ്റ്റുകൾ ഒക്കെ നമുക്ക് റിപ്പോർട്ട് പോസിറ്റീവ് ഒക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു കേസിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് എന്ത് തരത്തിലുള്ള ടെസ്റ്റാണ് അവിടെ ആ പേഷ്യന്റിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒന്നുമില്ല, അത് റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രോബബിൾ ആയിട്ടാണോ കൺഫേംഡ് ആയിട്ടാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാനായിട്ട് മാത്രം. ഇനി നമ്മൾ കുറച്ച് മൊസ്കിറ്റോന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു മൊസ്കിറ്റോ കൺട്രോൾ അല്ലെങ്കിൽ മൊസ്കിറ്റോ ബോൺ ഇല്ലസിന്റെ സർവൈലൻസ്, അതിന്റെ കൺട്രോൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത് എന്നുള്ളത് കണ്ടെയ്നർ ഇൻഡെക്സ് ആണ്. അതായത് ഈ പറയുന്ന കാര്യം ഈഡിസ് മൊസ്കിറ്റോയുടെ ഈഡിസ് സർവേ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈഡിസ് സർവേ എന്നുള്ളത് ഒരു JHI അവരുടെ ഫീൽഡ് ഏരിയയിൽ, അവരുടെ ഏരിയയിൽ റാൻഡമായിട്ട് ഒന്ന് ഇടയ്ക്ക് സർവേ ചെയ്യേണ്ടതുണ്ട് ഏതെങ്കിലുമൊക്കെ വാർഡുകളിൽ. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഈഡിസ് മൊസ്കിറ്റോന്റെ സാന്ദ്രത എത്രയുണ്ട് എന്ന് അവരുടെ ഈഡിസ് സർവേ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തുകയും വേണം. ഏതെങ്കിലും സ്ഥലത്ത് ഈ പറയുന്ന മൊസ്കിറ്റോ ഡെൻസിറ്റി കൂടുതൽ ആണ് എങ്കിൽ അവിടെ അവർ ഫോളോ അപ്പ് ആക്ടിവിറ്റി ചെയ്യുകയും ഇതിന്റെ ഡെൻസിറ്റി, മൊസ്കിറ്റോയുടെ ഇൻഡെക്സ് കുറച്ച് കൊണ്ടുവരികയും വേണം. പിന്നെ അതുപോലെ തന്നെ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഈ പറയുന്ന ഈഡിസ് സർവേ അവർ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത് കണ്ടെയ്നർ ഇൻഡെക്സ് ആണ്. കണ്ടെയ്നർ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണ്ടെയ്നേഴ്സ് നോക്കിയതിനകത്ത് എത്ര കണ്ടെയ്നറിനകത്താണ് ഇതിന്റെ ലാർവയെ കണ്ടത് എന്നുള്ളതാണ് അത് നോക്കുന്നത്. അതായത് ഇതിന്റെ കൂത്താടിയെ എത്ര കണ്ടെയ്നറിനകത്ത് കണ്ടു. അതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ഈ പറയുന്ന ഹൗസ് വിസിറ്റും കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അവിടെ എല്ലാ കണ്ടെയ്നറിനകത്തും നോക്കി അതിനകത്ത് ഒന്നും തന്നെ ലാർവയെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാവരുത്. ആകെ എത്ര വെറ്റ് കണ്ടെയ്നേഴ്സ് നോക്കി അതിനകത്ത് എത്ര എണ്ണത്തിനകത്ത് ഈ പറയുന്ന ലാർവയെ കണ്ടു എന്നുള്ളത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടെയ്നർ പോസിറ്റീവ് ഫോർ ലാർവ, അതായത് കൂത്താടിയെ കണ്ടെത്തിയ വെറ്റ് കണ്ടെയ്നേഴ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ പരിശോധിച്ച വെറ്റ് കണ്ടെയ്നേഴ്സ്. അതായത് ആകെ എത്ര വെറ്റ് കണ്ടെയ്നേഴ്സ് പരിശോധിച്ചു അതിനകത്ത് എത്ര എണ്ണത്തിനകത്ത് ഈ പറയുന്ന കൂത്താടിയെ കണ്ടെത്തി ഇൻറ്റു 100, ആ ഒരു പെർസെൻറ്റേജിൽ അവതരിപ്പിക്കുന്നതിനെയാണ് കണ്ടെയ്നർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് പരമാവധി ലോ ആയിരിക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. അടുത്തതായിട്ട് ഉള്ള ഇൻഡെക്സ് എന്നുള്ളത് ഹൗസ് ഇൻഡെക്സ് ആണ്. ഹൗസ് ഇൻഡെക്സ് ഈ പറയുന്ന ആൾക്കാർ വീടുകളിൽ കയറിയിട്ടാണ് ഇത് പറയുന്ന സർവേ ചെയ്യേണ്ടത്. അപ്പോൾ അവര് കയറിയ വീടുകളിനകത്ത് എത്ര സ്ഥലത്താണ് ഈ പറയുന്ന നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കണ്ടെയ്നേഴ്സ്, പിന്നെ ലാർവയെ കണ്ടെത്തിയിട്ടുള്ളത് വീടുകളുള്ളത് എന്നുള്ളതാണ്. അത് എപ്പോഴും ലെസ് ദാൻ 1% ആയിരിക്കണം. അത് അതായത് ഹൗസ് ഇൻഡെക്സ് മോർ ദാൻ 10% ആവുകയാണെങ്കിൽ അതിനകത്ത് അത് ഹൈ റിസ്ക് ആണ്, ആ ഏരിയ ഹൈ റിസ്ക് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഫോളോ അപ്പ് സർവേ ചെയ്യണം. അത് ഹൗസ് ഇൻഡെക്സ് കുറച്ച് കൊണ്ടുവരികയും വേണം. ബ്രിട്ടോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടെണ്ണത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് പോസിറ്റീവായിട്ട് അതായത് ലാർവയെ കണ്ടെത്തിയ വെറ്റ് കണ്ടെയ്നേഴ്സിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ഹൗസസ്, മൊത്തത്തിൽ ഇൻറ്റു 100. അതായത് മൊത്തത്തിൽ നമ്മൾ 100 വീടുകളിൽ കയറിയെങ്കിൽ അവിടെ എത്ര പോസിറ്റീവ് കണ്ടെയ്നേഴ്സ് കണ്ടു എന്നുള്ളതാണ്. അത് 5-ൽ താഴെയായിരിക്കുകയാണ് അതിന്റെ ലോ റിസ്ക് എന്നുള്ളത്. 5-നും 50-നും ഇടയ്ക്കുകയാണെങ്കിൽ മോഡറേറ്റ് റിസ്ക്കും, മോർ ദാൻ 50% ആണെങ്കിൽ അത് ഹൈ റിസ്ക്കുമാണ്. അടുത്തത് പ്യൂപ്പിൾ ഇൻഡെക്സ് ആണ്. പ്യൂപ്പിൾ ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ നമ്മൾ ഈ വെറ്റ് കണ്ടെയ്നേഴ്സിന് കാണുന്ന പ്യൂപ്പയുടെ എണ്ണമാണ്. പ്യൂപ്പ എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതിന്റെ ഈ പറയുന്ന മൊസ്കിറ്റോയുടെ ലൈഫ് സൈക്കിളിനകത്ത് അഡൾട്ട് ആവുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേജ് ആണ്. ഇന്ന് പ്യൂപ്പയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അത് അഡൾട്ട് മൊസ്കിറ്റോ ആയിട്ട് മാറും. അപ്പോൾ ഈ പ്യൂപ്പർ ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ അവിടെ ആക്ടിവിറ്റി കുറവാണ് എന്നുള്ളതാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ
ഒരു സ്ഥലത്തെ ഈ പറയുന്ന മൊസ്കിറ്റോ കൺട്രോൾ, ഈഡിസ് മൊസ്കിറ്റോ കൺട്രോൾ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഇൻഡെക്സുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡെക്സ് എങ്ങനെയാണ് നോക്കുന്നതെന്നും ഈ ഇൻഡെക്സിന്റെ ഒരു നോർമൽ വാല്യൂസ് എന്താണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന ഡെങ്കിപ്പനി ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഡെങ്കിപ്പനി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിറകിലോട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട്, അതായത് ഒരു സ്ഥലത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു, നമ്മൾ അതിന്റെ റിവ്യൂവിന് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ റാൻഡം ആയിട്ട് ഈ പറയുന്ന ഏത് ചേച്ചിയുടെ ഏരിയ ആണ്, അവിടെ റാൻഡം ആയിട്ട് അവിടെ ഒരു ഈ പറയുന്ന മൊസ്കിറ്റോ ഈഡിസ് സർവേ അവർ ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ ആ സമയത്ത് അവിടെ എത്രയായിരുന്നു ഇൻഡെക്സ് എന്നുള്ളത് നോക്കണം. നമ്മൾ ഈ പറയുന്ന ഡെങ്കി ഫീവർ കേസിന്റെ സോഴ്സ് ഈ വാർഡിൽ തന്നെയാണ് എന്ന് നമ്മൾ ഏതാണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ, അയാൾ വേറെ എവിടെ നിന്നും പോയിട്ടില്ല, വേറെ എവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡിനകത്ത് അയാള് പിന്നെ ട്രാവൽ ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ, ഈ സോഴ്സ് ഇവിടെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇവിടെ ഇൻഡെക്സ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് വളരെ ലോ ആയിരിക്കുകയും അതേസമയം ഇവിടെ നിന്നും ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം അനുമാനിക്കാം. ഒന്നുകിൽ സോഴ്സ് വേറെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തെ ഇൻഡെക്സ് നോക്കിയിരിക്കുന്നത് ശരിയല്ല. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വെറ്റ് കണ്ടെയ്നേഴ്സ് മാത്രം നോക്കുന്നതിന് പകരം എല്ലാ ഡ്രൈ കണ്ടെയ്നേഴ്സും നോക്കിയിട്ടായിരിക്കാം ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പറയുന്ന സർവേക്കകത്ത് കാര്യമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ട്. എന്തായാലും ബേസിക്കലി അവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സോഴ്സ് വേറെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയുന്ന ഈഡിസ് സർവേ രജിസ്റ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതാണ്. അത് ഓരോ ജയിച്ച് സൂക്ഷിക്കേണ്ടതാണ്. അത് അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെയാണ് അതിനകത്ത് എപ്പോഴെങ്കിലും ഈ പറയുന്ന റാൻഡം സർവേ, അവർ റാൻഡമായിട്ട് സർവേ ചെയ്യുമ്പോൾ ഇൻഡെക്സ് കൂടുതലായിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നീട് ഫോളോ അപ്പ് സർവേ ചെയ്തിട്ട് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് കുറച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് ഒരുപക്ഷെ അവർ പറയും അവിടെ തോട്ടങ്ങളാണ്, അതുകൊണ്ടാണ് ഇൻഡെക്സ് കൂടുതൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ഒഴിഞ്ഞു മാറാനുള്ള സ്കോപ്പ് ഇല്ല. കാരണം തോട്ടങ്ങളാണെങ്കിൽ നമ്മൾ വോളണ്ടിയേഴ്സിനെ വെച്ചിട്ട് ആക്ടിവിറ്റീസ് നടത്താം, അല്ലെങ്കിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറത്തും വിശാലമായ രീതിയിലുള്ള എന്തെങ്കിലും സോഴ്സ് ആണ്, നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ തോട്ടങ്ങളോ ഒക്കെ ആണ് എങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും അടുത്തായിട്ട് അവിടെ ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള നോട്ടീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. എൻ്റെ അറിവിൽ 14 ജില്ലയിലും എല്ലാ JHIമാരും ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ പവർ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള DMO ഉത്തരവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് JHIക്കും അവരുടെ ജൂറിസ്ഡിക്ഷൻ ഏരിയയിൽ, അവരുടെ ആ ഏരിയയിൽ അവർക്ക് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം ഇത്തരത്തിൽ കൊതുക് വളരുന്നതിനെതിരെ അടക്കമുള്ള പബ്ലിക് ഹെൽത്ത് ആക്ട് നോട്ടീസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സോഴ്സ് ഉണ്ടാകാൻ കാരണം ആ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് പറയാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് അവരോട് നമുക്ക് നല്ല രീതിയിൽ പറയാം, നിങ്ങളെ ഈ സോഴ്സ് നിങ്ങൾ നശിപ്പിക്കേണ്ടതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാം. ഒരു തവണ പറയാം, 2 തവണ പറയാം, 3ാമത്തെ തവണ നിർബന്ധമായിട്ടും ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഹൗസ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ചിലപ്പോൾ പുറത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഫ്രിഡ്ജിന്റെ ട്രേ, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പിന്നെ മണി പ്ലാന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ സൺഷെയ്ഡിലൊക്കെ സോഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഡെങ്കിപ്പനിയുടെ സോഴ്സ് നമ്മൾ അവിടെ തന്നെയാണെങ്കിൽ കാര്യമായിട്ട് അവിടെ സർവേ ചെയ്യുകയും അവിടുത്തെ ഇൻഡെക്സ് കുറച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും അവിടെ ഡെങ്കിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതിനായിട്ട് നമുക്കറിയാം, നമ്മൾ നേരത്തെ നമ്മുടെ OPയിലാണ് രോഗിയെ കണ്ടത്, നമ്മൾ ഡോക്ടർ രോഗിയെ കണ്ടു. അപ്പോൾ പറയുന്ന ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കി നമ്മൾ ടൂർണിക്കറ്റ് ടെസ്റ്റ് അതെല്ലാം ചെയ്തു. വേറെ ബ്ലീഡിങ് ടെൻഡൻസി കാര്യങ്ങളൊന്നുമില്ല. പേഷ്യന്റിനെ നമുക്ക് വീട്ടിലോട്ട് വിടാം എന്ന് പിന്നെ നമ്മുടെ OPയിൽ ഇരിക്കുന്ന ഡോക്ടർ തീരുമാനിച്ചു. അതേസമയം തന്നെ അയാൾ ഏത് വാർഡിലാണ് എന്നുള്ള കാര്യം നമ്മളെ JHIനെയൊക്കെ അറിയിച്ചു. അത് നമ്മൾ IHIPക്കകത്ത് റിപ്പോർട്ടും ചെയ്തു. അപ്പോൾ ഈ പേഷ്യന്റ് നമ്മളെ അവിടെ നിന്നും ഇറങ്ങി അയാളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ പറയുന്ന രോഗി വീട്ടിലേക്ക് നമുക്ക് പോകുന്നതിന്, വീട്ടിലേക്ക്
വീട്ടിലേക്ക് അയക്കുന്നതിനോ യാതൊരു തടസ്സമില്ല. പ്രൊവൈഡ് അയാളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് നോർമലാണ്, ബാക്കി കോംപ്ലിക്കേഷൻസിന്റെ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ. അപ്പൊ ഇങ്ങനെ പോകുന്ന ആൾ എന്താണ്, നമ്മുടെ ജെയിയുടെയോ അല്ലെങ്കിൽ വെസ്റ്റ് നൈലിന്റെയോ കാര്യത്തിൽ പറഞ്ഞതുപോലെയല്ല, ഡെങ്കിയുടെ കാര്യത്തിനകത്ത് ഇയാൾ ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് രോഗം കൊടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരാളാണ്. എത്ര കാലം വരെ? ഈ പറയുന്ന ഡെങ്കിയുടെ ഇൻഫെക്റ്റീവ് പീരീഡ് എന്നുള്ളത് അയാളുടെ സിംറ്റം ഓൺസെറ്റ് തൊട്ടിട്ട് അപ് ടു 7 days ആണ്. അപ്പോൾ അയാളോട് നമ്മൾക്ക് പറയാനുള്ള പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, അതായത് ബെഡ് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അഡിക്വേറ്റ് ഫ്ലൂയിഡ് എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അയാളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആയിട്ട് ബാക്കിയുള്ളവർക്ക് രോഗം പരത്തരുത് എന്നുള്ള കാര്യം. അതെങ്ങനെ രോഗം പരത്താതിരിക്കാം എന്നുള്ളത്, അയാൾക്ക് ആ വീട്ടിൽ കിടക്കുന്ന രോഗിക്ക് മൊസ്കിറ്റോ നെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മൊസ്കിറ്റോ നെറ്റ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച് വെക്കേണ്ട രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റൊരു കാര്യമായി ഈ മൊസ്കിറ്റോ നെറ്റ് എന്നുള്ളത്. മൊസ്കിറ്റോ നെറ്റ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രൊജക്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഗ്രാൻഡ് ഒക്കെ ഉപയോഗിച്ചിട്ടോ മൊസ്കിറ്റോ നെറ്റ് നമുക്ക് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാം. അത് നമ്മുടെ സബ് സെന്ററുകളിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഡെങ്കി ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോസിറ്റീവായിട്ട് വീടുകളിലേക്ക് കഴിയാൻ പോകുന്ന രോഗിക്ക് സിംറ്റം ഓൺസെറ്റ് തൊട്ടിട്ട് 7 ദിവസം വരെ നിർബന്ധമായിട്ടും ഏകദേശം 24 hours തന്നെ ഇതിനകത്ത് കിടക്കുന്നതാണ് കാര്യം ഏറ്റവും നല്ലത്. കാരണം ഈഡിസ് മൊസ്കിറ്റോയുടെ ബൈറ്റിംഗ് ഹാബിറ്റ് നമുക്കറിയാം, ഏർലി മോർണിംഗും അതുപോലെ തന്നെ ടുവേഴ്സ് നോൺ ആ സന്ധ്യ ആ സമയത്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ബൈറ്റിംഗ് ഉള്ളത്. പക്ഷെ പലപ്പോഴും അത് ഡേ ടൈമിൽ ഏത് സമയത്തും കടിക്കാമെന്നുള്ളതാണ്. കഴിയുന്നതും അത് ഡേ ടൈമിൽ 24 നിർബന്ധമായിട്ടും ഇദ്ദേഹം പിന്നെ ഈ മൊസ്കിറ്റോ നെറ്റിനകത്ത് കിടക്കണം എന്നുള്ള കാര്യം അയാളെ പറഞ്ഞു കൊടുക്കുകയും അയാൾക്ക് മൊസ്കിറ്റോ നെറ്റ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന 7 ദിവസത്തിന്റെ ഇൻഫെക്ടിവിറ്റി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മൊസ്കിറ്റോ നെറ്റ് വാങ്ങിച്ച് നമുക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോക്കണം, അയാൾക്ക് മൊസ്കിറ്റോ നെറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യം, അത് കോമൺ ആയിട്ടുള്ള ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ആ ഫീൽഡിലുള്ള ഫീവർ സർവേ എന്നുള്ളത്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, ഇതിന്റെ കാര്യം ഏഡിസ് മൊസ്കിറ്റോ ആണ്. ഏഡിസ് മൊസ്കിറ്റോയുടെ ഫ്ലൈറ്റ് റേഞ്ച് എന്നുള്ളത് 400 meters ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ആക്ടിവിറ്റി നമ്മളൊരു മിനിമം 500 meter ചുറ്റളവിൽ, അതായത് ഡെങ്കി റിപ്പോർട്ട് ചെയ്തതിന്റെ സോഴ്സ് അവിടെ തന്നെയാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചുറ്റുപാടുമുള്ള 500 meter ചുറ്റളവിൽ നമ്മൾ ഇതിനെ ചെയ്യണം. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഒരുപക്ഷെ ഇയാള് എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഇയാൾ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളതെങ്കിൽ അയാൾക്ക് ഈ കാര്യം നമ്മൾ അവിടെ ക്രോസ് നോട്ടിഫൈ ചെയ്യുകയും, നിങ്ങളുടെ ആ പഞ്ചായത്തിലെ അവിടുത്തെ ആ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഡെങ്കി കിട്ടിയിട്ടുണ്ട്, മിക്കവാറും നിങ്ങളുടെ ആ ഷോപ്പിന്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും സോഴ്സ് എന്നുള്ളത് ആ PHCMOയെ അറിയിക്കുകയും അവരും ആക്ടിവിറ്റി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നിർബന്ധമാണ്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾക്ക് സോഴ്സ് എന്നതാണ് എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രദേശത്തും നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം. അത് ഈ പറയുന്ന 500 meter ചുറ്റളവിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഫീവർ സർവേ ആണ്. ഈ ഫീവർ സർവേ നടത്താനായിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആ വീട്ടിൽ കാണുന്ന സോഴ്സുകൾ, അതായത് അവിടെ കാണാൻ സാധ്യത, നമുക്കറിയാം മൊസ്കിറ്റോ ഈഡിസ് മൊസ്കിറ്റോയുടെ സോഴ്സ് എന്നുള്ളത് ചെറിയ വെള്ളക്കെട്ടുകളായ പിന്നെ കുപ്പിയുടെ മൂടി, ചിരട്ട, പാള അല്ലെങ്കിൽ മുട്ടത്തോട് എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ട്രേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള സോഴ്സ് ആണെങ്കിലും നശിപ്പിക്കാനുള്ള ഒരു കാര്യം, അതായത് ആക്റ്റീവ് സോഴ്സ് റിഡക്ഷൻ കൂടി നമ്മളവിടെ ചെയ്യണം. ഒപ്പം തന്നെ നമ്മളവിടെ പരമാവധി IEC അത് പോസ്റ്ററുകളായിട്ട് വിതരണം ചെയ്യുകയോ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യുകയോ ഒക്കെ, വലിയൊരു ഡെങ്കി ഔട്ട്ബ്രേക്ക് നടക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യണം. പിന്നെ വെക്ടർ ഇൻഡെക്സ് നമ്മൾ മോണിറ്റർ ചെയ്യണം തുടർച്ചയായിട്ട്. പ്രത്യേകിച്ച് വലിയൊരു ഡെങ്കി ഔട്ട്ബ്രേക്കിൽ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വെക്ടർ ഇൻഡെക്സ് ഏത് രീതിയിലാണ് പോകുന്നത്, ആ വെക്ടർ ഇൻഡെക്സ് കുറയുന്നുണ്ടോ, അത് കുറഞ്ഞ് നോർമൽ ആകുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യണം. പിന്നെയും സർവേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്തതിനു ശേഷം അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെയ്യേണ്ട ഈ പറയുന്നത്, നമ്മൾ വലിയൊരു എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ കാര്യങ്ങളോ സഹായമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫീവർ സർവേ ആയി കഴിഞ്ഞാലും അവിടെ ചെയ്യേണ്ട IEC ആയി കഴിഞ്ഞാലും സോഴ്സ് റിഡക്ഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ കുറച്ചും കൂടി ഒരു ടെക്നിക്കലി പിന്നെ ഇതും കൂടെ അല്ലെങ്കിൽ കുറച്ച് ഉപകരണങ്ങളുടെ കാര്യത്തോട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഈ ഡെങ്കി റിപ്പോർട്ട് ചെയ്ത ഏരിയാസിലുണ്ട്. അതിനകത്ത് ഒന്നാണ് ISS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ സ്പേസ് സ്പ്രേയിങ്. അതായത് ഈ അകത്ത് പറന്ന് നടക്കുന്ന, അതായത് നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് പറന്ന് നടക്കാൻ സാധ്യതയുള്ള ഈ പറയുന്ന ഈഡിസ് മൊസ്കിറ്റോയെ ആ പറന്ന് നടക്കുന്ന സമയത്ത് നശിപ്പിക്കാനാണ് ഈ പറയുന്ന ISS ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നശിപ്പിക്കുന്നത് ഒരു ഇൻസെക്ടിസൈഡ് വെച്ചിട്ടാണ്. പൊതുവെ അതിന് ഉപയോഗിക്കുന്നത് പൈറത്രം എക്സ്ട്രാക്റ്റ് ആണ്.
അതിന് സൈഫനോത്രിനും കൂടി നമ്മൾ പൊതുവെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം പൈറത്രം എക്സ്ട്രാക്റ്റ് ആണ്. ആ പൈറത്രം എക്സ്ട്രാക്റ്റ് കൊണ്ടുപോയിട്ട് ഈ മൊസ്കിറ്റോയുടെ മേലിൽ തളിച്ചു കഴിഞ്ഞാലാണ് അത് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സാധനം അവിടെ നശിപ്പിക്കാനായിട്ട് തളിക്കുമ്പോഴത്തേക്കും അത് മൊസ്കിറ്റോയുടെ മുകളിൽ എത്തണം എന്നില്ല. അപ്പോൾ അത് കുറച്ചു നേരം അവിടെ തങ്ങി നിൽക്കണം ഈ പറയുന്ന ഇൻസെക്ടിസൈഡ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വോളട്ടൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ്, അതിന്റെ ഒരു കാരിയറിന്, അതിന്റെ ഒരു വെഹിക്കിളിൽ നമ്മൾ അത് ഉപയോഗിക്കും. അത് കെറോസിനാണ്. അതായത് പൈറത്രം എക്സ്ട്രാക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇൻസെക്ടിസൈഡ് നശിപ്പിക്കാനുള്ള, അതിനെ ഈ പറയുന്ന റൂമിൽ തങ്ങി നിൽക്കാനായിട്ട് സഹായിക്കുന്ന സാധനം കെറോസിനാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് പൈറത്രം എക്സ്ട്രാക്റ്റ് ആണ്. പൈറത്രം എക്സ്ട്രാക്റ്റ് എല്ലാ ജില്ലകളിലും മിക്കവാറും അത് ജില്ലയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ബ്ലോക്ക് തലത്തിൽ കൊടുത്തിട്ടുണ്ടാകും. ബ്ലോക്കിൽ ഇതിന്റെ ഈ പറയുന്ന സാധനം സ്റ്റോക്ക് ഉണ്ടാകും. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇതിന്റെ സ്റ്റോക്ക് അന്നേരം വാങ്ങിക്കണം. കെറോസിനും അതുപോലെ തന്നെയാണ്. പ്ലാൻ ഫണ്ട് വന്നിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും കെറോസിനും വാങ്ങിച്ച് അത് ബ്ലോക്കിൽ എത്തിച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾ ആ കെറോസിനും വാങ്ങിക്കണം. ഡെങ്കി റിപ്പോർട്ട് ചെയ്തുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഇതിൽ മിക്സ് ചെയ്യേണ്ടത് 1:90 എന്നുള്ള കോമ്പിനേഷനിലാണ്. പിന്നെ ഈ സാധനം തളിക്കാനായിട്ട് ഒരു പമ്പാണ് പിന്നെ അടുത്ത ആവശ്യം. അതിന് ഫ്ലിറ്റ് പമ്പ് അല്ലെങ്കിൽ മൂട്ട പമ്പ് എന്നാണ്. അതായത് നമ്മൾ പിറകിൽ നിന്നും കാറ്റടിച്ചിട്ട് അടിക്കുന്ന ആ ഒരു ചെറിയ ഹാൻഡ് ഹെൽഡ് പമ്പാണ്. അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലെങ്കിൽ ബ്ലാക്ക് ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷേ നമ്മൾ ബേസിക്കലി അത് കുറച്ചും കൂടെ അതിനേക്കാളും സ്ട്രെങ്ത്തുമായിട്ടുള്ളത് പൈറത്രം എക്സ്ട്രാക്റ്റ് ആണ്. ആകെ ഇതിനകത്ത് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിന്റെ ഒരു മണമാണ്. അതിനകത്ത് ഒരു 1-2 പുൽത്തൈലം ഉള്ളി പുൽത്തൈലം ഉപയോഗിച്ചാൽ തന്നെ ഇതിന്റെ മണം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് വീട്ടിന്റെ അകത്ത് പറന്ന് നടക്കുന്ന കൊതുകിനെ നശിപ്പിക്കാനാണ്. വീട്ടിന്റെ പുറത്ത് പറന്ന് നടക്കുന്ന കൊതുകിനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഹാൻഡ് ഹെൽഡ് പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ഇൻസെക്ടിസൈഡ് തളിച്ചാൽ ശരിയാവില്ല. അതിന് വലിയൊരു മെഷീൻ വേണ്ടി വരും. ആ മെഷീന്റെ പേരാണ് ഫോഗിങ് മെഷീൻ എന്നുള്ളത്. അതിനകത്ത് പൊതുവെ ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ ഇൻസെക്ടിസൈഡ് എന്നുള്ള ടെക്നിക്കൽ മെലാത്തിയോൺ ആണ്. ആ ടെക്നിക്കൽ മെലാത്തിയോൺ എന്നുള്ള സാധനം ഡീസലിനകത്താണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഈ ഫോഗിങ് മെഷീൻ കൊണ്ട് ഈ ഐഡിയലി ചെയ്യേണ്ടത് ഒരു 3 ഭാഗത്തു നിന്നും ഒരേ സമയം ഫോഗ് ചെയ്തിട്ട് ഈ പറയുന്ന കൊതുകിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ഫോഗിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫോഗിങ് മെഷീന്റെ ഈ ഒരു ഇൻസെക്ടിസൈഡ് ഇപ്പോഴത്തെ വരുമ്പോഴത്തേക്കും എല്ലാ കൊതുകും കൂടി പറന്ന് അപ്പുറത്തെ പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡെങ്കി ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഐഡിയൽ സിറ്റുവേഷൻ നമുക്കൊരു 3 ഫോഗിങ് മെഷീനെങ്കിലും വേണം. എന്തിനെന്ന് കഴിഞ്ഞാലും ഇവിടെ നേരത്തെ പറഞ്ഞ ISSന് നമ്മൾക്ക് ഫ്ലിപ്പ് പമ്പും പൈറത്രം എക്സ്ട്രാക്റ്റും കെറോസിനുമാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ടെക്നിക്കൽ മെലാത്തിയോണും ഡീസലും ഫോഗിങ് മെഷീനും പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പെട്രോളുമാണ് വേണ്ടത്. ബേസിക്കലി ഇതിനകത്ത് നടക്കുന്നത് ISS നമ്മുടെ JHIമാർ അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാഫ് അല്ലെങ്കിൽ കണ്ടിജന്റ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഫോഗിങ്ങിന്റെ കാര്യമാണെങ്കിൽ അത് കുറച്ചും കൂടി ഈ ഫോഗിങ് മെഷീൻ ആവശ്യമുണ്ട്. അത് വർക്ക് മീൻസ് അത് ഫംഗ്ഷൻ പിന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ കുറച്ച് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. പൊതുവേ അത് DVC യൂണിറ്റ് ആണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഏതെങ്കിലും ബ്ലോക്കിൽ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനും അത് വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെയും ഫോഗിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ സോഴ്സ് ഉണ്ടാകും, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പിന്നെ വെള്ളക്കെട്ടുകൾ, അതൊക്കെ അവിടെയൊക്കെ നമ്മൾക്ക് ടെമിഫോസിന്റെ ഗ്രാനുവൽസ് ഇടാം. അതിനകത്ത് നമ്മൾ പക്ഷേ മനസ്സിലാക്കേണ്ടത് ലാർവേനെ അത് നശിപ്പിക്കുന്നുള്ളൂ. പ്യൂപ്പി ആണെങ്കിൽ ഈ പറയുന്ന ഇതിട്ടിട്ട് കാര്യമില്ല. പിന്നെ അത് വീക്കിലി തന്നെ ചെയ്യണം, കാരണം ഒരു ആഴ്ച മാത്രമാണ് അതിനകത്ത് അത് നിലനിൽക്കുന്നത്. അപ്പോൾ ടെമിഫോസിന്റെ ഗ്രാനുവൽസും പലപ്പോഴും നമ്മൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബേസിക്കലി. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു PHCയിൽ മിനിമം ഒരു പൈറത്രം എക്സ്ട്രാക്റ്റും കെറോസിനും ഫ്ലിപ്പ് പമ്പും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ബ്ലാക്ക് ഹിറ്റെങ്കിലും പിന്നെ ഈ പറഞ്ഞ ടെമിഫോസ് ഗ്രാനുവൽസും നമുക്ക് വാങ്ങിച്ചു വെക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ 15th FCയുടെ ഗ്രാൻഡ്, അതിനകത്ത് സ്കീം 4 ഉപയോഗിച്ചിട്ടൊക്കെ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇനിയിപ്പം ഈ ഡെങ്കു എല്ലാം വർദ്ധിച്ച് അത് വലിയൊരു ഔട്ട്ബ്രേക്ക് ആവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഇന്റർസെക്ടറൽ മീറ്റിംഗ് വിളിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കുറെ കഴിഞ്ഞിട്ട് ഒരു ഡെങ്കിയുടെ അടുത്തൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും പഞ്ചായത്ത് പറയും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് അവരെയും അതുപോലെ തന്നെ ഇന്റർസെക്ടറൽ മീറ്റിങ്ങിനകത്ത് വളണ്ടിയർ ചെയ്യാൻ പറ്റുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയി കഴിഞ്ഞാലും കുടുംബശ്രീ ആയി കഴിഞ്ഞാലും അവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഇന്റർസെക്ടറൽ മീറ്റിംഗ് അവിടെ വിളിക്കണം. ഈ ഡെങ്കി റിപ്പോർട്ട് ചെയ്ത ഏരിയാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മൈക്രോ ലെവൽ ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കണം. അതായത് ഒരു കൂട്ടം വീടുകളാണെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ദിവസം സോഴ്സ് റിഡക്ഷൻ ചെയ്യുന്നു, ഈ ദിവസം ISS ചെയ്യുന്നു, ആ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെ അവിടെ തയ്യാറാക്കണം. അതിനകത്ത് തന്നെ നമ്മൾക്ക് വളണ്ടിയേഴ്സിനെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഒരു 50 വീടുകൾക്ക് 5-6 പേരുള്ള സ്ക്വാഡ് തയ്യാറാക്കിയിട്ട് ഹൗസ് വിസിറ്റ്, IEC, സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യണം.
പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് നിരീക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു വെക്ടർ ഇൻഡെക്സുകളാണ്. വെക്ടർ ഇൻഡെക്സ് ഇപ്പോഴെങ്ങനെയാണ്, അത് അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവേ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അത് കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെയുള്ളത് ISS കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അത് എത്ര വീടുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഔട്ട് ബ്രേക്കിലാണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഈ പറയുന്ന സോഴ്സ് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും PH ആക്ട് പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കണം. പിന്നെ ഫോഗിങ് ഒന്നുകിൽ നമ്മുടെ ബ്ലോക്കൽ മെഷീൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ചെയ്യുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ DVC യൂണിറ്റിനെ വിളിച്ചുകൊണ്ട് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിനെ വിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഫോഗിങ് ചെയ്യിക്കാം. അപ്പോൾ ബേസിക്കലി ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളോട് ഒരു സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ റിവ്യൂ നടത്തുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇന്റർസെക്ഷൽ മീറ്റിംഗ് വിളിച്ചോ, പിന്നെ മൈക്രോ ലെവൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയോ, സ്ക്വാഡ് വർക്ക് ചെയ്തോ, വെക്ടർ ഇൻഡെക്സ് ഇപ്പം എത്ര, എങ്ങനെയുണ്ട്, നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പം കുറയുന്നുണ്ടോ, ISS എത്ര വീടുകൾ ചെയ്തു, ഹൗസ് വിസിറ്റ് എത്ര വീടുകൾ ചെയ്തു, PH ആക്ട് പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തോ, ഫോഗിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ മോസ്കിറ്റോ ഡെൻസിറ്റി ഉണ്ടെങ്കിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോസ്കിറ്റോ ഡെൻസിറ്റി ഫോഗിങ് ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു റിവ്യൂ മീറ്റിംഗിലാണെങ്കിലും ഒരു MOനോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും ഇതിന്റെ ഒരു നോട്ട് തയ്യാറാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു റിവ്യൂ മീറ്റിംഗിൽ നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാനും കൂടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലേറിയ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മലേറിയയുടെ കാര്യത്തിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഇമ്പോർട്ടഡ് കേസാണോ ഇൻഡിജിനസ് കേസാണോ എന്നുള്ളതാണ്. അത് നോക്കാനായിട്ട് നമ്മുടെ OPയിൽ ഇരിക്കുന്ന ഡോക്ടറോട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം മലേറിയ നമുക്കറിയാം, നമ്മൾ എലിമിനേഷനകത്തേക്ക് പോകുന്ന ഒരു അസുഖമാണ് മലേറിയ. അപ്പോൾ ഇൻഡിജിനസ് കേസുകൾ തുടർച്ചയായിട്ട് 3 വർഷമെങ്കിലും റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മലേറിയ ഒരു ജില്ല എലിമിനേറ്റഡ് ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന മലേറിയ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻ്റ്, എന്താണ് ഇൻഡിജിനസ് കേസ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡിനകത്ത് ലെസ് ദാൻ ലാസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ അയാൾക്ക് ഒരു ട്രാവൽ ഹിസ്റ്ററി ടു എനി എൻഡമിക് ഏരിയ, അതായത് ലൈക്ക് ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ട്രാവലർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആഫ്രിക്ക പോലുള്ള കൺട്രീസിൽ നിന്ന് വന്ന ട്രാവലർ ഒക്കെ ആണെങ്കിൽ അയാളുടെ ഈ മലേറിയ അസുഖം കിട്ടിയിരിക്കുന്നത് അവിടെ നിന്നുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കേസാണ്. എന്നാൽ എവിടെയും ഒരു ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾക്ക്, അതുപോലെ തന്നെ ഒരു മലേറിയ പേഷ്യന്റുമായിട്ടും ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലേറിയ പേഷ്യന്റുമായിട്ടും ഒന്നും ഒരു കോൺടാക്ട് ഒന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് കേസ് കിട്ടുകയാണെങ്കിൽ അതാണ് ഇൻഡിജിനസ് മലേറിയ എന്ന് പറയുന്നത്. അപ്പോൾ അതാണോ എന്ന് നോക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം രണ്ടിനകത്തും ചെയ്യേണ്ട ആക്ടിവിറ്റീസിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വെച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അടുത്തതായിട്ട് മിക്കപ്പോഴും നമ്മൾ മലേറിയ ചെയ്യുന്നത് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കിറ്റ് വെച്ചിട്ടാണ്, RDT കിറ്റ് വെച്ചിട്ടാണ്. പൊതുവേ നമ്മൾ പറയുന്നത് ഈ RDT കിറ്റ് എന്നുള്ളത് നമ്മൾ ഫീൽഡിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒന്നാണ്, നമ്മുടെ OPയിൽ ഉപയോഗിക്കേണ്ടതല്ല, ലാബിൽ ഉപയോഗിക്കേണ്ടതല്ല എന്നാണെങ്കിലും പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഇതിലൊരു ഡയഗ്നോസിസ് കിട്ടാനായിട്ട് RDT ആണ് നമ്മൾ ചെയ്യുന്നത്. RDT പോസിറ്റീവ് ആണെങ്കിലും നമ്മൾക്ക് അതിനകത്ത് PV ആണോ PF ആണോ മിക്സഡ് ആണോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ RDT പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴും ഒരു പെരിഫറൽ സ്മിയർ എടുത്തതിന് ശേഷം അയാൾക്ക് ഒരു ക്ലോറോക്വിൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ PV ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന PV ആണ്. അപ്പോൾ അതിന് ക്ലോറോക്വിനും അതുപോലെ തന്നെ പ്രൈമാക്വിനും ആവശ്യമുണ്ടായിട്ട് വരും. ഈ പൊതുവെ എല്ലാ PHCകളിലും ഈ ക്ലോറോക്വിനും പ്രൈമാക്വിനും നമ്മൾ അവൈലബിൾ ആക്കിയിട്ട് വെക്കാറില്ല, കാരണം അവിടെ എപ്പോഴും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്രഗ് നമുക്ക് ബ്ലോക്കിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. മലേറിയ കിട്ടി എന്നുള്ളത് കൊണ്ട് പേഷ്യന്റിനെ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അയക്കുകയോ വേണ്ട. അയാൾക്ക് ഈ സ്മിയർ എടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും, RDT ആണ് ചെയ്തതെങ്കിൽ അയാൾക്ക് സ്മിയർ എടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ഡ്രഗ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും അയാൾ ഈ പറയുന്ന 3 days ക്ലോറോക്വിനും 14 days പ്രൈമാക്വിനും കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ തന്നെ അയാളെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. മറ്റ് കോംപ്ലിക്കേഷൻസിലൊക്കെ ഒന്നും തന്നെ പോകുന്നില്ല. പ്രത്യേകിച്ച് ചില കേസുകളിലേക്ക് ത്രോംബോസൈറ്റോപീനിയ കാണാറുണ്ട്. അങ്ങനത്തെ കേസുകൾ ഒഴികെ തന്നെ നമ്മളത് അഡ്മിഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ തന്നെ നമുക്കിനി ഫീൽഡ് തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഒന്ന് ഈ പറയുന്നത് ഏത് കേസാണ്, PV ആണോ PF ആണോ മിക്സഡ് ആണോ നോക്കിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളത് ആണ്. രണ്ടാമത്തേത് അതിന്റെ കേസിലുള്ള ഫീവർ സർവേ. ഇതിന്റെ കാര്യത്തിനകത്തും ഫീവർ സർവേ ചെയ്യാൻ പറയുന്നത് ഒരു മിനിമം 500 മീറ്റർ ചുറ്റളവിലാണ്. പിന്നെ കോണ്ടാക്ട് സർവേ ചെയ്യണം, അതായത് കേസ് റിപ്പോർട്ട് ചെയ്തോടെ തന്നെ ഇതുമായിട്ട് അടുത്ത സമ്പർക്കം, പ്രത്യേകിച്ച് ഒരു മൈഗ്രന്റ് ആണെങ്കിൽ ആ മൈഗ്രന്റിന്റെ കൂടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള എല്ലാവരെയും സ്മീർ എടുക്കണം. പിന്നെ ഒരു മാസ് സർവേ ചെയ്യണം. ആ മാസ് സർവേ ചെയ്യേണ്ടത് ഈ പറയുന്ന 1/2 കിലോമീറ്റർ ചുറ്റളവിനകത്ത് 2 തവണയായിട്ടാണ്. ആദ്യം ഒന്ന് കേസ് റിപ്പോർട്ട് ചെയ്ത ഉടനെയും പിന്നീട് ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസ് സർവേ ചെയ്യണം. പിന്നെ കേസ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഈ പറയുന്ന ആൾ എവിടെ നിന്ന് വന്നു, അയാളുടെ പിന്നെ ഇമ്പോർട്ടർ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഹിസ്റ്ററി എല്ലാം പൂർത്തിയാക്കിയിട്ട് അതിന്റെ
FIR എത്രയും പെട്ടെന്ന് തന്നെ ജില്ലയിലേക്ക് അയക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അവിടെ നമ്മൾക്ക് ഈ പറയുന്ന എന്റമോളജിക്കൽ സർവേ, അതായത് ഇതിന്റെ മൊസ്കിറ്റോയുടെ സർവേ ചെയ്യാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ സ്റ്റാഫിന് അത്രയധികം ടെക്നിക്കാലിറ്റി എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് DVC യൂണിറ്റിനെ വിളിക്കാം. അവര് അവിടെയുള്ള ലാർവൽ ആൻഡ് അഡൽട്ട് വെക്ടർ സർവേ, അവിടെ ഈ പറയുന്ന പിന്നെ വെക്ടേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിനകത്ത് അവർ സർവേ ചെയ്യും. മിനോഫിലിസിന്റെ ഇതുണ്ടോ, അതിൽ തന്നെ ഏത് സ്പീഷീസ് ആണ് എന്നൊക്കെയുള്ളത്. പിന്നെ പൊതുവെ അവിടെ കാണുന്ന സോഴ്സുകളായിട്ടുള്ള കിണറുകൾ, ടാങ്കുകൾ തുടങ്ങിയവയൊക്കെ പിന്നെ സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യണം. പിന്നെ ഒരു ISS അവിടെ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന അയാൾ താമസിച്ചിരിക്കുന്ന റൂമിനകത്ത്. പിന്നെ പൊതുവായിട്ട് അവിടെ പിന്നെ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഡോർ റെസിഡ്യൽ സ്പ്രേ എന്നുള്ളത്. അത് ബേസിക്കലി ഈ പറയുന്ന മൈഗ്രന്റോ അല്ലെങ്കിൽ പേഷ്യന്റോ താമസിച്ചിരിക്കുന്ന അവിടെ മാത്രമല്ല, അതിന് അരക്കിലോമീറ്റർ ചുറ്റളവിലുള്ള പരമാവധി വീടുകളിലും IRS ചെയ്യേണ്ടതാണ്. IRSും നേരത്തെ പറഞ്ഞ ISSും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത്, ഇവിടെ നേരത്തെ നമ്മൾ സ്പേസ് സ്പ്രേയിങ് ആണെങ്കിൽ ഇവിടെ അതിന്റെ IRS ആണ് ചെയ്യുന്നത്, അതായത് റെസിഡ്യൂവൽ സ്പ്രേ ആണ്. ഈ റെസിഡ്യൂവൽ സ്പ്രേ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻസെക്ടിസൈഡ് അത് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ ചുമരുകളിലേക്ക് അടിച്ച് അവിടെ പതിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ മൊസ്കിറ്റോ വന്ന് അനോഫിലിസ് മൊസ്കിറ്റോ വന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻസെക്ടിസൈഡ് അതിന്റെ ശരീരത്തിലേക്ക് കടന്ന് അത് ഒരു OP പോയിസൺ ആണ്. അത് കാര്യം അത് പിന്നെ ആ മൊസ്കിറ്റോ നശിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ IEC ക്ലാസ്സുകൾ ഒക്കെ ആ ഏരിയയിൽ ചെയ്യണം. ഒപ്പം തന്നെ ഒരു ട്രീറ്റ്മെന്റ് കാർഡ് ഉണ്ട് മലേറിയക്ക്. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ എലിമിനേഷനിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു അസുഖമാണ് മലേറിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കേസിലും നമ്മൾ ട്രീറ്റ്മെന്റ് കാർഡ് തുറക്കണം. ആ ട്രീറ്റ്മെന്റ് കാർഡിന്റെ ഫോർമാറ്റ് ഡിസ്ട്രിക്ട് വെക്ടർ ഡിസീസ് കൺട്രോൾ ഓഫീസറിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്കിൽ ഉണ്ടായിരിക്കും. ആ കാർഡിന്റെ ഓരോ കോപ്പി ഒന്ന് നമ്മുടെ സ്ഥാപനത്തിലും ഒന്ന് ബ്ലോക്കിലും ഒന്ന് ജില്ലയിലും സൂക്ഷിക്കണം. പിന്നെ ഈ പറയുന്ന മലേറിയ കേസിന്റെ ഫോളോ അപ്പ് സ്മിയർ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3, 14, 28 ഡേയ്സിൽ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും എടുക്കുകയും വേണം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷന്റെ ടാർഗറ്റിനകത്തും കൂടെ പറഞ്ഞിട്ടുള്ളത്. അത് മൈഗ്രന്റിന്റെ ഒക്കെ അത്രയും നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത് അറിയില്ല. പരമാവധി സാമ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഒരു ഇമ്പോർട്ടഡ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇൻഡിജിനസ് കേസാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവിടെ ഒരു എന്റമോളജിക്കൽ സർവേ, അത് പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ, അതായത് മാസത്തിൽ 2 തവണ എന്നുള്ള രീതിയിൽ അത് 2 വർഷം ആദ്യത്തെ വർഷം ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത 2 വർഷങ്ങളിൽ മാസത്തിൽ 1 തവണയും ചെയ്യേണ്ടതാണ്. ബേസിക്കലി ഇത് നമ്മുടെ DVC യൂണിറ്റാണ് പൊതുവെ എല്ലായിടത്തും ചെയ്യുക. കാരണം ആ ഒരു എന്റമോളജിക്കൽ സർവേ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളതാണ്. പിന്നീട് അവിടെ ആണെങ്കിൽ IRS നേരത്തെ ചെയ്തത് കൂടാതെ തന്നെ ആദ്യ വർഷം 6 മാസത്തിൽ ഒരിക്കലും, പിന്നെ അടുത്തതായിട്ട് 2 വർഷത്തിൽ 1 തവണയും എന്നുള്ള രീതിയിൽ നടത്തണം. അപ്പൊ അതിന്റെ ഫോഗിങ്ങും അവിടെ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വെക്ടർ ബോൺ ഡിസീസ് എന്നുള്ളത് സ്ക്രബ് ടൈഫസ് ആണ്. അത് സ്ക്രബ് ടൈഫസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ചെള്ളിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ റോഡന്റ് അതിൽ നിന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള കുറ്റിച്ചെടികളിൽ നിന്നുമായിരിക്കാം. അവിടെ ആ കുറ്റിച്ചെടികളെ പരമാവധി നശിപ്പിക്കാനായിട്ട് വെജിറ്റേഷൻ, പിന്നെ അവിടെ എന്തെങ്കിലും ഈ പറയുന്ന ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കറിയാം അതിന്റെ ഏതെങ്കിലും രീതിയിൽ കുറ്റിച്ചെടിയിൽ പോയിട്ട് കാട് തെളിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പണിയെടുക്കുന്നവർക്കോ ആണെങ്കിൽ അവരോട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് പറയാം. പിന്നെ ഭയങ്കരം ആയിട്ട് എക്സ്പോഷർ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ പ്രൊഫൈലാക്സിസും പറയുന്നുണ്ട്. അത് ഡോക്സിസൈക്ലിൻ പ്രൊഫൈലാക്സിസ് തന്നെയാണ്. 200 മില്ലിഗ്രാം വീക്കിലി ആയിട്ട് അവർക്ക് എക്സ്പോഷർ സാധ്യതയുള്ള ആൾക്കാർക്ക് ആ ഏരിയയിൽ കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഫുട്ബോൾ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ബാക്കി ക്ലിനിക്കൽ കാര്യങ്ങളിലൊക്കെ ഒന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സാമ്പിൾ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കതിന്റെ വിവരം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആശന്മാർ ചിലപ്പോൾ അവിടെ പോയിട്ട് ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ക്ലോറിനേഷൻ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ സാമ്പിൾ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വാട്ടർ സാമ്പിൾ എടുക്കേണ്ട കേസുകളിലാണെങ്കിൽ ADD അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കേസുകളോ ടൈഫോയിഡ് കേസുകളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ വാട്ടർ സാമ്പിൾ ആദ്യം തന്നെ എടുക്കാനായിട്ട് പറയണം. പിന്നെ എന്തെങ്കിലും തരത്തിൽ ഫുഡ് സാമ്പിൾസ് അവശേഷിച്ചിട്ടുള്ള, അതായത് പലപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണി രാത്രി കഴിച്ചു, പിറ്റേ ദിവസം വയറിളക്കമെന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ പലപ്പോഴും അവിടെ ഫുഡ് സാമ്പിൾസ് ബാക്കിയുണ്ടെങ്കിൽ ആ ഫുഡ് സാമ്പിളിലും കൂടെ നമ്മൾ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് സാമ്പിൾ എടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല,
അത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും 1 എന്നുള്ള രീതിയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സും ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഈ ഫുഡ് സാമ്പിൾ കളക്ട് ചെയ്യും. അത് അവരുടെ ലാബിൽ കൊണ്ടുപോയിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അവിടെ മാത്രമാണ് ഒരു ഡിലേ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം വലിയൊരു ഔട്ട്ബ്രേക്ക്, ഒരു അന്നദാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഔട്ട്ബ്രേക്ക് വന്നു. ആ ഔട്ട്ബ്രേക്കിനകത്തൊന്നും പിന്നെ അത് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയേണ്ടത് എന്താണ് ഇതിന്റെ സോഴ്സ്, എന്താണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഫുഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസങ്ങൾ കഴിയുന്നു ഇതിന്റെ റിപ്പോർട്ട് കിട്ടാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിന്റെ റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റിക്കാർ കൊണ്ടുപോയിട്ടുണ്ട്, ഇതിന്റെ സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അവിടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എത്രമാത്രം ആൾക്കാർ അവിടെ അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കണക്കെടുത്ത് വെക്കണം. അതിനകത്ത് തന്നെ എന്തൊക്കെയായിരിക്കാം ഈ പറയുന്ന ഒരു അന്നദാനം പോലെയുള്ള സ്ഥലത്ത് ആണ് ഒരു ADD ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കാം അവിടെ വിളമ്പിയിൽ നിന്നും ഈ ADD ഔട്ട്ബ്രേക്കിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഏറ്റവും അവസാനം വിളമ്പിയ കറിയായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം മോര് വിളമ്പുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചതായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും അവസാനം വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് തണുപ്പിക്കാനായിട്ട് വെള്ളം എടുത്തൊഴിച്ചു. ഇതൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കാം ഒരു പോസിബിൾ എക്സ്പോഷർ എന്നുള്ളത് കണ്ടെത്താനായിട്ട് കൂടെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ കൂടുതൽ കേസുകൾ IP ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ആ IP ആക്കിയ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് അവരുടെ സ്റ്റൂൾ കൾച്ചർ കൂടി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പേഷ്യന്റ് നമ്മുടെ OP യിൽ വരികയാണെങ്കിൽ അവരെ കൊണ്ടും സ്റ്റൂൾ കൾച്ചർ എടുത്ത് നമ്മുടെ RPH പോലെയുള്ള സ്റ്റൂൾ കൾച്ചർ ചെയ്യിക്കാൻ സാധ്യതയുള്ള പബ്ലിക് ഹെൽത്ത് ലാബിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടോ നമുക്ക് ഇതിന്റെ സ്റ്റൂൾ കൾച്ചർ കൂടെ ചെയ്യിക്കാം. അതിനകത്ത് സ്റ്റൂൾ സാമ്പിൾ എടുക്കുമ്പോൾ ഒരു കാര്യം അവരോട് പറയാനുള്ളത്, നമ്മൾ കൾച്ചർ ബോട്ടിൽ കൊടുക്കും, അതിന്റെ ആ എന്താണ് ഒരു സ്റ്റിക്കും അതും കൂടെ കൊടുക്കും. പേഷ്യന്റിനോട് ആനൽ ഏരിയയിൽ നിന്നും സ്റ്റൂൾ എടുത്തിട്ട് ഇതിനകത്ത് ഇടാനാണ് പറയുക. പക്ഷെ പേഷ്യന്റ് ചിലപ്പോൾ ആനൽ ഏരിയയിൽ സ്ക്രാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ച് ഈ ട്യൂബിനകത്തേക്ക് ഇടും. മിക്കവാറും അവിടെ കുറച്ച് സ്കിൻ സ്ക്രാപ്പിംഗ് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല, സ്റ്റൂളാണ് വേണ്ടത് എന്നുള്ളത് പേഷ്യന്റിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു വാട്ടർ ബോൺ ഡിസീസ് എന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഹെപ്പറ്റൈറ്റിസ് എയുടെ കാര്യത്തിനകത്ത് നമുക്കറിയാം അതൊരു ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ഉള്ളതാണ്. അതായത് പേഷ്യൻസിന്റെ ഫീക്കൽ മാറ്ററിലൂടെയാണ് ഇതിന്റെ വൈറസ് പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തേക്ക് പോയ വൈറസ് ഏതെങ്കിലും വാട്ടർ ബോഡിയിൽ കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ ആ വാട്ടർ ബോഡിയിലെ വെള്ളം നമ്മൾ തിളപ്പിക്കാതെയോ അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാതെ കുടിക്കുകയാണെങ്കിലാണ് നമ്മൾക്കും ഈ വൈറസ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇതിന്റെ പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ. അതായത് ഈ പേഷ്യന്റ്, ഈ പറയുന്ന രോഗി, ആ രോഗിയുടെ മലത്തിലൂടെ ഫീക്കൽ മാറ്ററിലൂടെ വൈറസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാൾ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചു. ആ ടോയ്ലറ്റ് അയാൾ കൃത്യമായിട്ട് വൃത്തിയാക്കാതെ, അല്ലെങ്കിൽ ആ ടോയ്ലറ്റ് ചിലപ്പോൾ ഫീക്കൽ മാറ്റർ ഉണ്ടായിരിക്കാം പിന്നെയും. അപ്പോൾ വീണ്ടും അവിടെ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഫീക്കൽ മാറ്ററുമായിട്ട് കോണ്ടാക്ട് വരികയും അത് അയാളുടെ ശരീരത്തിൽ, അയാളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ സോപ്പിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയാൾക്കും ഈ ഫീക്കൽ മാറ്റർ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഈ വൈറസ് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്നത് ഒരു ലേഡി, ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ആ ഒരു പാചകം ചെയ്യുന്ന മറ്റൊരാളോ ഒക്കെ ആണെങ്കിൽ അവര് ഇതേ ടോയ്ലറ്റ് ഉപയോഗിച്ചു, ഈ രോഗി ഉപയോഗിച്ച അതേ ടോയ്ലറ്റ്, അതിനുശേഷം അയാൾ സോപ്പിട്ട് കൈ കഴുകാതെ അയാൾ പാചകം ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും ഒരു അമ്മയാണെങ്കിൽ ആ അമ്മ ഒരു കുട്ടിയെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കും ഈ പറയുന്ന രീതിയിൽ അസുഖങ്ങൾ ഉണ്ടായേക്കാം. അയാൾ നേരെ പോയി ജ്യൂസ് ഉണ്ടാക്കാൻ പോയി, അപ്പൊ അതിനകത്ത് കൈയിട്ട് വാരി, അപ്പൊ അവിടെ നിന്നും ഒക്കെ ഈ ട്രാൻസ്മിഷൻ നടന്നേക്കാം എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ പറയുന്നത് ഇതിനൊരു സെക്കൻഡറി ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സെക്കൻഡറി ട്രാൻസ്മിഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒരു മെസ്സേജ്, അതായത് കേസ് വൺസ് ഉണ്ടായി, ഹെപ്പറ്റൈറ്റിസ് A കേസ്, നിങ്ങൾ എവിടെയോ പോയിട്ട് വെള്ളം കുടിച്ചു, നിങ്ങൾക്ക് അസുഖം കിട്ടി. പക്ഷെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, നിങ്ങളെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കോ അസുഖം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഐസൊലേഷൻ ആണ്. ഈ ഒരു ഐസൊലേഷൻ എന്നുള്ളത് നമ്മൾ കോവിഡ് സമയത്തൊക്കെ ചെയ്ത പോലെ തന്നെ പരമാവധി അയാളുടെ പാത്രങ്ങളും അതൊക്കെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അയാൾ സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എത്ര നാൾ ഈ ഐസൊലേഷൻ വേണ്ടി വരും എന്നുള്ളത്. അതായത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് A വന്നു, ആ കുട്ടി അവിടെ പോയിട്ട് ഈ പറയുന്ന കോമൺ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർക്കും കേസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾക്ക് അവരോട് പറയേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യണം. അങ്ങനെ ഐസൊലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര നാളെന്നുള്ളതായിരിക്കും അവർ നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഫീക്കൽ ഷെഡിങ് അറിയണം. കാരണം ഈ വൈറസ് എത്ര നാളിത് പറയുന്ന പോലെ ഫീക്കൽ മാറ്ററിലൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ
ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രോഡ്രോമൽ സിംറ്റംസ്, നമുക്കറിയാം ചെറിയ ഫീവർ മലൈസ് ഒക്കെ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആക്ച്വലി 2 വീക്സ് മുന്നേ തന്നെ ഈ ഫീക്കൽ ഷെഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ സമയത്ത് തന്നെ പേഷ്യന്റ് ഇൻഫെക്ഷ്യസ് ആണ്, അത് അസിംറ്റമാറ്റിക് ഈ പീരീഡിൽ തന്നെ പോട്ടെ. ഇനി ആ സമയത്ത് നമുക്ക് അയാളെ ഐസൊലേറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇയാളുടെ ഈ പറയുന്ന സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വീക്സ് വരെയും ഈ പറയുന്ന ഫീക്കൽ മാറ്ററിലൂടെ വൈറസ് പുറത്തു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നുകിൽ ഇയാൾക്ക് ജോണ്ടിസ് ആരംഭിച്ച് ഒരാഴ്ച വരെയോ, അല്ലെങ്കിൽ ജോണ്ടിസ് ഇല്ലാത്ത കേസോ, അല്ലെങ്കിൽ ജോണ്ടിസ് ആരംഭിച്ചതിനെ കണക്ക് കൂട്ടുന്നില്ല എങ്കിൽ ഇയാളുടെ സിംറ്റംസ് ആരംഭിച്ച് തൊട്ടിട്ട് 2 വീക്സ് വരെയോ, അതായത് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇയാളുടെ സിംറ്റംസ് ആരംഭിച്ച് 2 വീക്സ് വരെയെങ്കിലും ഈ പറയുന്ന ഫീക്കൽ ഷെഡിങ് ഉണ്ട്. അതുകൊണ്ട് ആ പീരീഡിൽ അയാൾ നിർബന്ധമായിട്ടും, ആ രോഗി നിർബന്ധമായിട്ടും ഐസൊലേഷൻ പാലിക്കണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾക്ക് ചോദിക്കാൻ സാധ്യത, പ്രത്യേകിച്ച് ഒരു ഹോസ്റ്റലിലൊക്കെ ഒരു ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത്, പിന്നെ നമ്മൾ ഈ പറയുന്ന ഹോസ്റ്റൽ അടച്ചിടുകയോ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ആൾക്കാർക്ക് ലീവ് കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ അവിടെ വാക്സിനേഷൻ കൊടുത്തോട്ടെ എന്നുള്ളതാണ്. വാക്സിനേഷൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിനകത്ത് വാക്സിനേഷൻ ഇല്ല. കാരണം അത് നമ്മൾ അവർ ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ വാക്സിനേഷൻ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാനില്ല എന്ന് അവരോട് പറയാം. എന്നാൽ നിങ്ങളായിട്ട് വാക്സിനേഷൻ എടുക്കുന്നതിനകത്ത് തെറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഏത് സമയത്ത് വാക്സിനേഷൻ എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ CDC പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് എക്സ്പോഷർ ഉണ്ടായതിനു ശേഷം, അതായത് ഒരു പേഷ്യന്റുമായിട്ട് ഒരു എക്സ്പോഷറിനുള്ള സാധ്യത ഉണ്ടായതിനു ശേഷം വിത്തിൻ 2 വീക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാം എന്നുള്ളതാണ്. അതാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ആഫ്റ്റർ 2 വീക്സ് ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ പ്രോട്ടോമൽ സിംറ്റംസിലേക്ക് പോയിരിക്കും, ആ സമയത്ത് വാക്സിനേഷൻ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കിൽഡും ലൈവ് അറ്റൻവേറ്റർ വാക്സിനുമാണ്. കിൽഡ് വാക്സിനാണ് പൊതുവെ കൊടുക്കുന്നത്. അത് 2 ഡോസസ് 6 months അപ്പാർട്ടാണെന്ന് പറഞ്ഞു കൊടുക്കാം. അതിന്റെ ഒരു സിംഗിൾ അഡൾട്ട് ഡോസിന് തന്നെ ഏകദേശം 5000 രൂപയോളം പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൂൾ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പിനകത്ത് അവരെടുക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ അവർ അത് ചോദിച്ചു വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എക്സ്പീരിയൻസിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ലൈഡ് ഇട്ടത്. പിന്നെ ഒരു കാര്യം, ക്ലോറിനേഷന്റെ കാര്യം എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലോറിനേഷന്റെ കാര്യം നമ്മൾ പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കേണ്ടത് അത് 1000 liters ഓഫ് വാട്ടറിന് 2.5 gram ആണ്. സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ 5 gram ആണ്. ഈ ഒരു ക്ലോറിനേഷന്റെ കാര്യത്തിനകത്ത് പൊതുവെ ഫീഡിനകത്തുനിന്നും മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഇപ്പം നമ്മൾ ഇന്ന് ക്ലോറിനേഷൻ ചെയ്തു, എത്ര ദിവസം അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത്. ബേസിക്കലി നമുക്കറിയാം ഈ ബ്ലീച്ചിങ് പൗഡർ എന്നുള്ളത് ഈ ക്ലോറിൻ വാതകത്തെ ഒരു കാൽഷ്യം കാർബണേറ്റ് അതിനകത്തേക്ക് അടിച്ച് കയറ്റി മിനിമം 33% ക്ലോറിൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി പിന്നെ അതിനെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ആ ക്ലോറിനെ റിലീസ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ മൊത്തം പരത്തുന്ന ഒരു പരിപാടിയാണ്. അത് ബേസിക്കലി ക്ലോറിൻ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനെ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ ക്ലോറിനേഷൻ ആണെങ്കിൽ അപ് ടു 5 days മാത്രമേ മാക്സിമം അവിടെ ഒരു ക്ലോറിൻ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. യൂഷ്വലി ഒരു 48 to 72 അവേഴ്സ് കഴിയുമ്പോൾ തന്നെ ആ ക്ലോറിന്റെ ഇഫക്റ്റ് പോകും, അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അവിടെ കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും നേരത്തെ പോയേക്കാം. അപ്പോൾ ബേസിക്കലി ഒരു 3 to 4 days കഴിഞ്ഞാൽ ആ ക്ലോറിന്റെ ഇഫക്റ്റ് ഉണ്ടാവുകയില്ല നോർമൽ ക്ലോറിനേഷൻ ആണെങ്കിൽ. സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ അപ് ടു 1 week വരെ അവിടെ ഈ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ നിന്നേക്കാം. അപ്പോൾ അതിനുശേഷം, അതായത് സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു 1 week, ക്ലോറിനേഷൻ ആണെങ്കിൽ ഒരു 3 to 4 days കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒരു വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ബേസിക്കലി മറ്റൊരു കാര്യം ഫീൽഡിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്, ശരി നിങ്ങൾ ഈ ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് പറയുന്നു, ഈ ഹെപ്പറ്റൈറ്റിസ് ആണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്നുള്ളത്. അതായത് ഈ വെള്ളത്തിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ളതിന്, നിങ്ങൾ ഈ കിണറിലെ വെള്ളം കുടിച്ചിട്ടാണ് ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വന്നതെന്ന് നിങ്ങൾ ആരോഗ്യവകുപ്പ് പറയുന്നു, എന്തെങ്കിലും തെളിവുണ്ടോ? നമുക്കിവിടെ പറയാനുള്ളത്, വൈറസിനെ വെള്ളത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം, പക്ഷേങ്കിൽ നിലവിൽ നമ്മൾക്ക് അതിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം അത്രയും വെള്ളത്തിൽ നിന്ന് നമ്മൾ വൈറസിനെ കൾച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ചെയ്തിട്ട് അതിനെ മീൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണഗതിയിൽ സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഫീക്കൽ കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്, കോളിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, അത് ഈ മൈക്രോബ് ഓർഗാനിസത്തിനെ നശിപ്പിക്കാനാണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ക്ലോറിനേഷനെതിരെയും കുറെ ആൾക്കാർ അതുകൊണ്ട് ചെയ്യാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പറഞ്ഞു വരുന്നത്, ഈ ക്ലോറിനേഷൻ ചെയ്തതിന് ശേഷം ഈ സൂപ്പർ ക്ലോറിനേഷൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 more ടെസ്റ്റിംഗ്, അതായത് കോളയുടെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഈ സാധാരണ ക്ലോറിനേഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു നോർമൽ ക്ലോറിനേഷൻ ആണെങ്കിൽ 3-4 days കഴിഞ്ഞു, അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ ഒരു അപ് ടു 1 week കഴിഞ്ഞിട്ടോ നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യണം. അതിനകത്ത് വീണ്ടും
ഈക്കോളയുടെ പ്രസൻസ് ഉണ്ട് എങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ ഈ പറയുന്ന ക്ലോറിനേഷൻ അതിന്റെ കണക്കുകൂട്ടൽ അത്ര ഇഫക്റ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബ്ലീച്ചിങ് വാട്ടറിനകത്ത് ക്ലോറിൻ ഇല്ല, തുടങ്ങിയവയൊക്കെ ആവാം. അല്ലെങ്കിൽ ഉള്ള ഒരു പോസിബിലിറ്റി എന്നുള്ളത് അവിടെ തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് കണ്ടാമിനേഷൻ ഉണ്ട്. അതായത് തൊട്ടടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നോ ഈ വാട്ടർ ബോഡിയിലേക്ക് കണ്ടാമിനേഷൻ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള കേസ് നമുക്ക് മുന്നിലേക്ക് വരണം, അവിടെ ചെയ്യാൻ സാധിക്കുന്നത് ഒന്നുകൂടെ അവിടെ ഒരു സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് പറയുക. എന്തായി കഴിഞ്ഞാലും ഈ വെള്ളം ഈ പറയുന്ന ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആണെന്ന് നമ്മൾ ആരോഗ്യവകുപ്പ് പറയുന്നവർ നിങ്ങൾ കുടിക്കരുത് എന്നും മറ്റൊരു ഓൾട്ടർനേറ്റീവ് വാട്ടർ സോഴ്സ് നിങ്ങൾ കണ്ടെത്തണം എന്നുമാണ് അവരോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലോറിനേഷനും അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തു. അതിനുശേഷം ഈ സൂപ്പർ ക്ലോറിനേഷൻ ആണെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഇതുപോലെ പിന്നെയും അവിടെ നിന്നകത്ത് ഈക്വളൈ കാണുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ 3 ടൈംസ് ഒക്കെ ചെയ്തിട്ടും നമുക്ക് ഇതിനകത്തൊന്നും ഈ പറയുന്ന ഈക്വളൈ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത് ഈ ഒരു വെള്ളത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടാമിനേഷൻ എന്തോ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആ ഒരു കണ്ടിന്യൂസ് കണ്ടാമിനേഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അടുത്തുള്ള സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് റിമൂവ് ചെയ്യുക, അത്രയും അല്ലെങ്കിൽ ഈ വെള്ളം കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെ നമ്മൾ അവിടെ പറയേണ്ടി വരും. ഇത് നമ്മൾ പ്രാക്ടിക്കലി അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ അടുത്തത് ഈ പറയുന്ന വാട്ടർ ബോൺ ഫുഡ് ബോൺ കഴിഞ്ഞ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് മീസിൽസ്, മംസ് തുടങ്ങിയ ഔട്ട്ബ്രേക്സ് ആണ്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഒരു ഇൻഫെക്ടിവിറ്റി പീരീഡ് ആണ്. ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിനകത്ത് എത്ര നാൾ ക്ലാസ്സിൽ വരാതിരിക്കണം എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ മീസിൽസ് പോലെയുള്ളതാണെങ്കിൽ, ഫീവർ വിത്ത് റാഷ് മീസിൽസ് ആണെന്ന് ക്ലിനിക്കലി തോന്നുകയാണെങ്കിൽ അതിന്റെ ഇൻഫെക്ടിവിറ്റി ആക്ച്വലി നേരത്തെ ഹെപ്പറ്റൈറ്റിസിന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നേരത്തെ അതിന്റെ റാഷ് ഓൺസെറ്റിന് മുന്നേ തന്നെ ഇവിടെയും ഈ ഇൻഫെക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 to 4 ആണ്. അത് 4 days ബിഫോർ ദ റാഷ് ആൻഡ് 4 days ആഫ്റ്റർ ദ റാഷ്. അപ്പൊ മിനിമം ആ ഒരു പീരീഡിലെങ്കിലും ഈ പറയുന്ന കുട്ടി റാഷ് തുടങ്ങി ഒരു 4 ദിവസമെങ്കിലും സ്കൂളിൽ വരാതിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയണം. അതുപോലെ തന്നെ മംസിന്റെ കാര്യത്തിനകത്താണെങ്കിൽ അതിന്റെ ഇൻഫെക്ടിവിറ്റി, ഇത് രണ്ടും ഒരു ഔട്ട് ബ്രേക്ക് പോലെ സ്കൂളുകളിൽ വരാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. മംസിന്റെ ഇൻഫെക്ടിവിറ്റി 2 days ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് പരോട്ടൈറ്റിസും അപ് ടു 5 days ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് പരോട്ടൈറ്റിസും ആണ് ഇതിന്റെ ഇൻഫെക്ടിവിറ്റി പീരീഡ് എന്നുള്ളത്. ആ പീരീഡിലും ഈ പറയുന്ന 2 days ബിഫോർ നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്തായി കഴിഞ്ഞാലും പരോട്ടൈറ്റിസ് സ്റ്റാർട്ട് ചെയ്ത് അപ് ടു 5 days കുട്ടി ഇവിടെ സ്കൂളിൽ വരരുത് എന്നുള്ളത് പറയണം. പിന്നെ ആ സ്കൂളിൽ നമുക്ക് IEC കൊടുക്കാം, ഫീവർ സർവേ കൊടുക്കാം, ഐസൊലേഷൻ ഓഫ് ദി കേസസ് നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ പൊതുവെ ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ, മീസൽസ് ആയിക്കോട്ടെ, മംസ് ആയിക്കോട്ടെ, ഉടനെ സ്കൂളുകാർ ചോദിക്കുന്ന സാധനം ആണ് സ്കൂൾ അടച്ചോട്ടെ എന്നുള്ളത്. സ്കൂൾ അടയ്ക്കുക എന്നുള്ളത് നമ്മളൊരു ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ അവരോട് പറയേണ്ടത്. ചാടിക്കേറി സ്കൂൾ അടയ്ക്കാനായിട്ട് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം, എന്നിട്ട് മാത്രമേ അത് പറയേണ്ടതുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തുറക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ആദ്യം പറയേണ്ടത് പരമാവധി കേസുകളെ ഐസൊലേറ്റ് ചെയ്യുക. അത് ചിക്കൻ ബോക്സ് ആയിക്കഴിഞ്ഞാലും ഇതായിക്കഴിഞ്ഞാലും, അപ്പോൾ മീസൽസ് ആയിക്കഴിഞ്ഞാലും മംസ് ആയിക്കഴിഞ്ഞാലും ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെയാണ് പൊതുവെ സ്കൂളുകളിൽ നിന്നും അടയ്ക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യം വരാനുള്ളത്. പരമാവധി നിങ്ങൾ കേസുകളെ വീടുകളിലോ അല്ലെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടെങ്കിലോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഐസൊലേഷൻ നിങ്ങൾക്ക് പ്രായോഗികമല്ല എങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാം. അതായത് നമ്മൾ ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേഷൻ സ്കൂളുകാരോ അല്ലെങ്കിൽ അവരോ പ്രായോഗികമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അടയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിനകത്ത് തന്നെ അടയ്ക്കൽ എത്ര കാലത്തേക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ഇൻക്യുബേഷൻ പീരീഡ് എങ്കിലും നമ്മളിത് അടച്ചിടാനായിട്ട് പറയണം. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ നോക്കി വെക്കണം. പക്ഷേ ഹെപ്പറ്റൈറ്റിസിലൊക്കെ ഇങ്ങനെ ഒരു ഫുൾ ഇൻക്യുബേഷൻ പീരീഡ് നമുക്കറിയാം 2 to 6 weeks ആണ്. അത്രയും കാലമൊന്നും അടച്ചിടൽ പ്രായോഗികമല്ല. ഒരു 2 weeks ഒക്കെ വേണമെങ്കിൽ നമുക്ക് പരമാവധി കൊടുക്കാം എന്ന് മാത്രം. അതാണ് ഇതിന്റെ കാര്യത്തിനകത്ത്, അടച്ചുപൂട്ടലിന്റെ കാര്യത്തിനകത്ത് പറയാനുള്ളത്. ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഏത് CD റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഒന്ന് നമ്മൾ അത് ഡിസ്ട്രിക്റ്റിലേക്കും ബ്ലോക്കിലേക്കും അത് അറിയിക്കണം. അത് നമ്മുടെ IHIP പോർട്ടൽ വഴിയോ അങ്ങനെയെങ്കിലും അറിയിക്കണം. പിന്നെ FIR അയക്കേണ്ടതാണെങ്കിൽ FIR അയക്കണം. ആക്ടിവിറ്റീസ്, അത് ഡെങ്കിന്റെ സോഴ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫീവർ സർവേ എന്തായി കഴിഞ്ഞാലും വിത്തിൻ 24 to 48 hours സ്റ്റാർട്ട് ചെയ്യണം. ആക്ടിവിറ്റീസ് ഐഡിയലി ആ കേസിന്റെ റെസിഡൻഷ്യൽ ഏരിയയിലും അതുപോലെ തന്നെ അവരെ വർക്ക് പ്ലേസിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ പ്രദേശത്തെ PHCയെയും അറിയിക്കേണ്ടി വരും. പിന്നെ എല്ലാ കേസുകളും നമ്മൾ ചെയ്യേണ്ടതാണ് ഫീവർ സർവേയും IECയും. അതുപോലെ തന്നെ മൊസ്കിറ്റോ ബോൺ ആയിട്ടുള്ള കേസാണെങ്കിൽ ആക്റ്റീവ് സോഴ്സ് റിഡക്ഷനും. പിന്നെ ഈ മൊസ്കിറ്റോ ബോൺ കേസിൽ തന്നെ ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അവിടെ ആദ്യം സോഴ്സ് റിഡക്ഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫോഗിങ് ISS ഒക്കെ ചെയ്യാൻ. കാരണം പൊതുവേ പഞ്ചായത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് പറയുന്നതാണ് ഫോഗിങ് ചെയ്യൂ. പക്ഷെ ഫോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സോഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ലാർവി പ്യൂപ്പി ഉണ്ടെങ്കിൽ 2 daysനുള്ളിൽ തന്നെ അത് വളർന്നിട്ട് അടുത്തുള്ള മൊസ്കിറ്റോ ആകും. അപ്പൊ ആദ്യം തന്നെ സോഴ്സ് റിഡക്ഷൻ ചെയ്തിട്ട് മാത്രമേ
ഫോഗിങ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് അവിടെ പറയണം. പിന്നെ ISS എത്ര ചെയ്യുന്നുണ്ട്, IRS മലേറിയയുടെ കാര്യത്തിന് എത്ര ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. പിന്നെ ഇതിന്റെ എല്ലാം ആക്ടിവിറ്റി റിപ്പോർട്ട് IDSBക്ക് അയക്കണം. പിന്നെ പൊതുവെ എല്ലായിടത്തും ഒരു ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് സ്പ്രെഡ്ഷീറ്റും കൂടി ഉണ്ടാകാറുണ്ട്. അതും കൂടെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെക്ടർ ഇൻഡെക്സ് ഹൈ ആണെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുകയും അതിന്റെ ഫോളോ അപ്പ് റിപ്പോർട്ടുകൾ അയക്കുകയും IDSBയിലേക്ക് അയക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേ ചെയ്യാനുണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം പറഞ്ഞു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ അധികം സമയം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇഫക്റ്റീവ്ലി മോണിറ്റർ ചെയ്യാം എന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതിന് വേണ്ട ഒന്നാണ് ഈ ടോപ്പിക്കിന്റെ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള സാധനം, അതായത് വീക്ക്ലി മീറ്റിംഗ്. IDSBയുടെ കാര്യത്തിനകത്ത് നമ്മൾ വീക്ക്ലി IDSB മീറ്റിംഗ് കൃത്യമായിട്ട് കൂടേണ്ടത് ആവശ്യമാണ്. ഇത് തിങ്കളാഴ്ചയാണ് കൂടേണ്ടത്. അതിനകത്ത് മെഡിക്കൽ ഓഫീസറും ഫീൽഡ് സ്റ്റാഫും മാത്രമല്ല, സ്ഥാപനത്തിലെ എല്ലാ ക്ലിനിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫിനും, അതായത് നഴ്സിംഗ് ഓഫീസർ, നമ്മുടെ പിന്നെ ഫാർമസിസ്റ്റ് തുടങ്ങിയവരെയും, ഒപ്പം തന്നെ അവിടെ ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈവൻ ക്ലർക്കിനെ അടക്കം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ, അപ്പോൾ ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് വിളിക്കുന്ന MOയ്ക്ക് എന്തൊക്കെ അവിടെ ചോദിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ വരാം. അതാണ് അടുത്ത കുറച്ച് സ്ലൈഡ്സിനകത്തുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ SPL ഫോം റിപ്പോർട്ടിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓരോ സ്ഥാപനത്തിനും അതിനകത്ത് ലോഗിൻ ചെയ്താൽ തന്നെ PFOM-ന്റെയും LFOM-ന്റെയും ഒക്കെ റിപ്പോർട്ടിംഗ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനകത്തൊന്നും റിപ്പോർട്ടിംഗ് എങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ PFOM പിന്നെ അതിന് ശേഷം നോക്കേണ്ടത് PFOM-നകത്ത് ഫീവർ കേസുകളുടെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, SFOM-ന്റെ റിപ്പോർട്ടിംഗ് അതിനകത്ത് ഫീവർ കേസുകളുടെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ബേസിക്കലി ഈ നമ്മുടെ ഒരു ഇതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ആക്യുറസി നോക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് PFOM-നകത്ത്, അല്ലെങ്കിൽ നമ്മൾ OP-യിൽ ഫീവർ കേസുകൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കുറെയെങ്കിലും സോഴ്സ് നമ്മുടെ ഫീൽഡിൽ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നിന്നും ഫീൽഡ് വർക്കേഴ്സും അവരെ ഫീൽഡ് സ്റ്റാഫും SFOM-നകത്ത് കേസ് റിപ്പോർട്ടിംഗ്, ഫീവർ കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണോ എന്നുള്ളത് ഒരു കമ്പാരിസൺ അവിടെ ചെയ്യണം. അപ്പോൾ ആ റിപ്പോർട്ടിങ്ങിന്റെ ഒരു കാര്യം ചെയ്യാം. റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏത് വാർഡിൽ നിന്നാണെന്ന് നോക്കാം. പിന്നെ അവിടെയുള്ള ഇൻഡെക്സ് എത്രയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ നോക്കേണ്ടതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആ വാർഡിലെ ജാസിന്റെ, അതായത് ആ ഇരിക്കുന്ന ജൻ ആരോഗ്യ സമിതി, അതായത് നമ്മുടെ സബ് സെന്റർ വെൽഫെയർ കമ്മിറ്റിയുടെ അതിനകത്ത് ജാസ് കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ എന്തെങ്കിലും തരത്തിൽ പ്ലാൻ ഫണ്ട് അല്ലെങ്കിൽ NHM ഫണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ സ്കീം പ്രകാരമുള്ള ഹെൽത്ത് ഗ്രാന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിനിയോഗം ഏത് രീതിയിലാണ് എന്നുള്ളതും അവിടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട് പിന്നെ അത് നമ്മൾ നമ്മൾ ആ മീറ്റിംഗിന് ഇരുന്നു. അപ്പൊ ഇവരെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത്, അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, സോഴ്സ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ ഇൻഡെക്സ് എങ്ങനെയുണ്ട്, അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അവിടെയുള്ള കുറച്ച് രജിസ്റ്റേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ 24 മണിക്കൂറും ഈ പറയുന്ന IDSBയുടെ പിറകെ ആരും പോകണ്ട. മിനിമം ഒരു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പിന്നെ ആദ്യം നന്നായിട്ട് നമ്മൾ ഇതിന്റെ ട്രാക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ IDS മീറ്റിംഗ് 2 മണിക്കൂർ 2.5 മണിക്കൂറോ നീണ്ടു പോയേക്കാം. പക്ഷേ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറിനകത്ത് നമ്മൾ IDS മീറ്റിംഗ് തീർക്കാൻ സാധിക്കും, എത്ര വലിയ കേസുള്ള ഏരിയ ആണെങ്കിലും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പോകേണ്ടത് അവിടുത്തെ രജിസ്റ്റേഴ്സിലേക്കാണ്. അതായത് അവിടെ ഫീൽഡ് സ്റ്റാഫ് നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതൊന്ന് ഡയറീസ് ഉണ്ട്, CD രജിസ്റ്റർ ഉണ്ട്, റൂം രജിസ്റ്റർ ഉണ്ട്, CD കൺട്രോൾ ആക്ടിവിറ്റി രജിസ്റ്റർ ഉണ്ട്, ED സർവേലൻസ് രജിസ്റ്റർ ഉണ്ട്, ആരോഗ്യ ജാഗ്രത കലണ്ടർ ഉണ്ട്, സ്പോട്ട് മാപ്പ് ഉണ്ട്, RRT മീറ്റിംഗ് രജിസ്റ്റർ ഉണ്ട്, ഇന്റർസെക്ടൽ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ആരോഗ്യ ജാഗ്രത കലണ്ടർ. ആര് സൂപ്പർവിഷൻ വന്നു കഴിഞ്ഞാലും ആദ്യം നോക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ആരോഗ്യ ജാഗ്രത കലണ്ടർ എന്നുള്ളത്. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന് കീഴിൽ ഉള്ള ഫീൽഡ് ലെവലിൽ ഓരോ ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിനങ്ങളിലൊക്കെ, ഇപ്പം ഇന്ന് വേൾഡ് മൊസ്കിറ്റോ ഡേ ആയിരുന്നു, അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു കലണ്ടർ, മീൻസ് നമ്മുടെ ചുമരിൽ പതിക്കുന്ന കലണ്ടർ അല്ല, ഒരു ബുക്കിനകത്ത് ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ആരോഗ്യ ജാഗ്രത കലണ്ടർ എന്നുള്ളത്. നിങ്ങൾക്കത് സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന അത് സാധനം തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോഗ്യ ജാഗ്രത കലണ്ടർ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കണം. അതുപോലെ തന്നെയാണ്
ഇതിനകത്ത് ഞാൻ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഈ ആരോഗ്യ ജാഗ്രത കലണ്ടർ ശരി, നല്ല കാര്യം അവിടെ ഉണ്ട് എന്ന് മാത്രം പോരാ, ഇതിന്റെ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടോ? ആരോഗ്യ ജാഗ്രത കലണ്ടർ ആക്ടിവിറ്റി രജിസ്റ്ററും കൂടെ നിങ്ങൾ അവിടെ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ഒരു സൂപ്പർവിഷന് വരുന്ന ആൾ ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കാനായിട്ടും ഒപ്പം തന്നെ നമ്മൾ ആക്ടിവിറ്റി കൃത്യമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് അവിടെ നമ്മളെ IDSPക്ക് വേണ്ട ഒരു സാധനമാണ് CD രജിസ്റ്റർ എന്നുള്ളത്. എന്താണ് ഈ CD രജിസ്റ്റർ? ഈ CD രജിസ്റ്റർ എന്നുള്ളത് നമ്മുടെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ്, മൊസ്കിറ്റോ മോണിന് ഇത്രയും കാര്യങ്ങൾ, വാട്ടർ മോണിന് ഇത്രയും കാര്യങ്ങൾ, മറ്റ് CD ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനം ഒരു 200 പേജുള്ള ഒരു ബുക്ക് ആണെങ്കിൽ ആദ്യത്തെ 20 പേജ് ഡെങ്കിക്ക് മാറ്റി വെക്കുക, പിന്നത്തെ 20 പേജ് മലേറിയ, പിന്നത്തെ 20 പേജ് ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ആദ്യത്തെ 20 പേജ് ഡെങ്കിക്കാണെങ്കിൽ 1 by 1 ആയിട്ട്, അതായത് ഒരു ലൈൻ ലിസ്റ്റ് ആയിട്ട് താഴത്തെ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ ഡെങ്കി കേസിന്റെ കാര്യങ്ങൾ എഴുതി പോകുന്ന ഒരു സാധനത്തെയാണ് CD രജിസ്റ്റർ എന്ന് പറയുന്നത്. ആ CD രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ, അതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക്, അതായത് ഈ വർഷം കഴിഞ്ഞാലും അതിനകത്ത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏത് വാർഡിൽ എവിടെയാണ് കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഒറ്റൊരു നോട്ടത്തിനകത്ത് അത് കിട്ടും. അപ്പോൾ അത് ആണ് ഈ ഒരു സാധനത്തിന്റെ, അതായത് CD രജിസ്റ്റർ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം. അപ്പൊ അവിടെ എങ്ങനെയാണ് CDയുടെ കഴിഞ്ഞ വർഷം CD എങ്ങനെ ഉണ്ടായിരുന്നു, ഡെങ്കി എങ്ങനെ ഉണ്ടായിരുന്നു, ഈ വർഷം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു കാര്യം എന്നുള്ളത് റൂമർ രജിസ്റ്റർ ആണ്. പലപ്പോഴും അത് പുതിയ ചാർജമ്മസിനെ അറിയാനുള്ള പഴയ ആൾക്കാർക്ക് അറിയാം. അതായത് ഏതെങ്കിലും CDയെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് ആരെങ്കിലും പത്രവാർത്തയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ നോർമൽ സോഴ്സ് അല്ലാതെ നമ്മൾക്ക് വിവരം കിട്ടുക. ചിലപ്പോൾ അത് കൃത്യമായ വിവരം തന്നെ ആവണം എന്നില്ല. അവിടെ ഒരു പിന്നെ ഇത് ADD ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ പിന്നെ എന്തെങ്കിലും പിന്നെ ജോണ്ടിസ് ഉണ്ടെന്നോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പബ്ലിക് ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള സംഭവമായിട്ടുള്ള എന്തെങ്കിലും വിവരം കിട്ടുന്നതാണെങ്കിൽ അതിനെ എഴുതി വെക്കാനുള്ളതാണ് റൂമർ രജിസ്റ്റർ. അതിനകത്തൊന്നുമില്ല, റൂമർ എന്നതാണ്, അത് അന്വേഷിച്ചു ഇന്നതാണെന്ന് കണ്ടെത്തിയോ എന്നുള്ളത് ചേർക്കണ്ടു. അടുത്ത സംഭവം എന്നുള്ളത് നമ്മുടെ CD രജിസ്റ്ററുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്പോട്ട് മാപ്പ്. അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ ഏരിയ മാപ്പ് ഓരോ വാർഡ് അടക്കം പിന്നെ ഡിവൈഡ് ചെയ്തൊരു മാപ്പ് നമ്മുടെ സ്ഥാപനത്തിൽ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം അത് ഒരു വർഷത്തേക്ക് ഒരു മാപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു വർഷം ജൂണിൽ ആദ്യമായിട്ട് ഡെങ്കി കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് 8ാം വാർഡിലാണ്. ഡെങ്കിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ ആയിട്ടാണ്. അപ്പൊ 8ാം വാർഡിൽ അതിന്റെ ഏകദേശം ആ ഒരു ലൊക്കേഷൻ സ്റ്റാർ ഇടുക. പിന്നെ നമ്മൾക്ക് ഒരു ഹെപ്പറ്റൈറ്റിസ് എ കേസ് അതിനെ നമ്മൾ സർക്കിൾ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 7ാം വാർഡിലാണ്. അപ്പോൾ 7ാം വാർഡിന്റെ എവിടെയാണ് ലൊക്കേഷൻ അവിടെ ഒരു സർക്കിൾ ഇടുക. അങ്ങനെ ഈ വർഷം ഈ പറയുന്ന ഡെങ്കി, മലേറിയ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴും ഈ സ്പോട്ട് മാനകത്ത് നമ്മൾ ഇത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം എവിടെയാണ് ഈ പറയുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് കൂടുതൽ, എവിടെയാണ് ഡെങ്കി കേസുകൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതും ആരെങ്കിലും സൂപ്പർവിഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്പോട്ട് മാപ്പ് എവിടെ ഉണ്ടാവണം. പിന്നെ CD കൺട്രോൾ ആക്ടിവിറ്റി രജിസ്റ്റർ ആണ്. നമ്മൾ ഈ പറയുന്ന CD ഒക്കെ റിപ്പോർട്ട് ചെയ്തു, പക്ഷേ ഇതിന്റെ ആക്ടിവിറ്റി എന്തൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ ED സർവേലൻസ് രജിസ്റ്റർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ JHIS അവരുടെ സെക്ഷനകത്ത് വീക്ക്ലി ആയിട്ട് റാൻഡം ആയിട്ട് ED സർവേ ചെയ്യേണ്ടതാണ്, അതിന്റെ രജിസ്റ്റർ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ED സർവേ രജിസ്റ്ററിനകത്ത് ഇവർ സർവേ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സ് എങ്ങനെയുണ്ട്, ഇൻഡെക്സ് എങ്ങനെയാണ് കൂടുതലാണെങ്കിൽ അവിടെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, ഇനി ഇൻഡെക്സ് എല്ലാ തവണയും കുറവാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ RRT മീറ്റിംഗും അതുപോലെ തന്നെ ഇന്റർസെക്ടറൽ മീറ്റിംഗും നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ ആരോഗ്യ ജാഗ്രത കലണ്ടർ നോക്കേണ്ട ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ നോക്കേണ്ട ഒന്നാണ് ഫീൽഡ് സ്റ്റാഫിന്റെ ടൂർ ഡയറി എന്നുള്ളത്. ഒരു PHCMO അവരുടെ ഫീൽഡ് ആക്ടിവിറ്റി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഫീൽഡ് സ്റ്റാഫിന്റെ ടൂർ ഡയറി. ഞങ്ങൾ IDS മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ HI, JPHN, PHN, JPHN അടക്കമുള്ള എല്ലാവരുടെയും ടൂർ ഡയറി വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ താഴെയായിട്ട് ഒരു ഇനീഷ്യൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ സൂപ്പർവൈസർ ആയിട്ടുള്ള ബ്ലോക്ക് എംഒയോ അല്ലെങ്കിൽ DSOയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അത് നോക്കാനും സാധിക്കും. അപ്പോൾ ഈ ഫീൽഡ് ഡയറി എന്നുള്ളത് ഒരു സാധാരണ ഡയറിയാണ്. അതിനകത്ത് തുടക്കത്തിൽ അവരുടെ ബേസിക് സെക്ഷൻ ഡീറ്റെയിൽസ്, എത്രയാണ് പോപ്പുലേഷൻ, എത്രയാണ് എത്ര അംഗനവാടി, എത്ര സ്കൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കണം. അതിനുശേഷം അവർ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, അതായത് ഹൗസ് വിസിറ്റ് ആണെങ്കിൽ ഏത് ഹൗസ് ആണ് അതിന്റെ നമ്പർ, പിന്നെ സോഴ്സ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ എത്ര സോഴ്സ് കണ്ടു, അതിനകത്ത് പോസിറ്റീവ് എത്ര തുടങ്ങിയ അങ്ങനത്തെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം? ബേസിക്കലി ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് അവർ എല്ലാ മാസവും തുടക്കത്തിൽ അവരുടെ ടൂർ നമ്മൾക്ക് തരേണ്ടതാണ്.
ആ ടൂർ തന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംഒനെ അറിയിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറിനെ അറിയിച്ചിട്ടോ മാത്രമേ അവർക്ക് ടൂറിനകത്തുനിന്ന് എഴുതിയിട്ടുള്ളത് മാറ്റാൻ പാടുള്ളൂ. ബേസിക്കലി അവർ ടൂർ പ്രകാരമാണോ ഈ പറയുന്ന ഡയറി പോകുന്നുള്ളത് എന്നാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ഫീൽഡ് സ്റ്റാഫിന് ചെയ്യാനുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരും. ബേസിക്കലി ടൂർ ഡയറിയുമായിട്ട് ഏകദേശം ഒത്തുപോകുന്നതായിരിക്കണം അവരുടെ ടൂർ എന്നുള്ളതും, ടൂർ ഡയറിക്കകത്ത് അവർ ഏകദേശം എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ അവരെ ബേസിക് സെക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നാണ് ചെയ്യേണ്ടത്. CD രജിസ്റ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, റൂമറിന്റെ കാര്യം പറഞ്ഞു, AD സർവേന്റെ കാര്യം പറഞ്ഞു, ഇൻഡെക്സിന്റെ കാര്യം നമ്മൾ ഇൻഡെക്സ് എത്രയാണ് എന്നുള്ളതിന്റെ റേഞ്ച് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് കേസുകൾ നേരത്തെ ഇൻഡെക്സ് എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് സോഴ്സ് അവിടെയാണെങ്കിൽ ഇൻഡെക്സ് എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ CD കൺട്രോൾ രജിസ്റ്റർ, ആരോഗ്യ ജാഗ്രത കലണ്ടർ ആൻഡ് ആക്ടിവിറ്റീസ്, അത് വേറൊരു കാര്യമാണ്. നമ്മൾ ഈ മാസത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെ ആരോഗ്യ ജാഗ്രത കലണ്ടർ പ്രകാരം നമ്മൾ നോക്കുകയും അത് നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും നമ്മൾ ചെയ്യണം. സ്പോട്ട് മാപ്പിന്റെ കാര്യം പറഞ്ഞു. പിന്നെ RRT ഇന്റർസെക്ടറൽ മീറ്റിംഗ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള CD, അത് ഡെങ്കി ആണെങ്കിൽ അവിടെ ISS നടത്തിയോ, ഹൗസ് വിസിറ്റ് നടത്തിയോ, എത്ര എണ്ണത്തിൽ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ IDSP മീറ്റിംഗിനകത്ത് മിനിറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും ഔട്ട്ബ്രേക്ക്, ഏതെങ്കിലും ADD അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, അതൊക്കെയാണ് നമ്മുടെ ഒരു ഹോട്ട് ടാർഗറ്റ് ആയിട്ട് ഈ നിർത്താനുള്ള കാര്യങ്ങൾ. കാരണം തുടർച്ചയായിട്ട് ഡെങ്കി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം, നമ്മൾ കൃത്യമായിട്ടും എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസും റിപ്പോർട്ട് ചെയ്യണം. ഒന്നും മറച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടിങ്ങിന്റെ ആക്ടിവിറ്റി നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ IHIP ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ് SPL ഫോം കൂടാതെ ഒരു ഔട്ട്ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ആ ഔട്ട്ബ്രേക്ക് നമ്മൾക്ക് IDSPയിൽ ഫ്ലാഗ് ചെയ്യാനും അതിനെ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ IHIPക്കകത്ത് സാധിക്കും. അങ്ങനെ IHIPയുടെ ഔട്ട്ബ്രേക്ക് സെക്ഷനകത്ത് ഈ പറയുന്ന ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും അത് അവിടെ ക്ലോസ് ചെയ്യാതെ കിടക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസിന്റെ ഒക്കെ ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയായിരിക്കും കേസുകൾ കിട്ടുക. ആ കേസുകൾ ഈ IHIPയുടെ ഔട്ട്ബ്രേക്കിന്റെ സെക്ഷനകത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ 2 ഇൻക്യുബേഷൻ പീരീഡ്, ആ 2 ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഔട്ട്ബ്രേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്ബ്രേക്ക് ലാസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം, പ്രത്യേകിച്ച് ADD കേസൊക്കെ നമുക്കറിയാം 2-3 ഡേയ്സിലോ അല്ലെങ്കിൽ മാക്സിമം 7-14 ഡേയ്സിലൊക്കെ നമുക്ക് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിയും. അപ്പോൾ ഇത്രയും ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അത് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്ബ്രേക്കുകൾ ഏതെങ്കിലും IHIPയിൽ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാനായോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. പിന്നെ ഡെത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെത്ത് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മെഡിക്കൽ ഓഫീസർ ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണം. അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതിന്റെയൊക്കെ DIR, അതായത് ഡെത്ത് നടന്നു കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടായിട്ടുള്ള FIR നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ IDSPയിലേക്ക് മെയിലായിട്ട് അയക്കണം. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി, ഒപ്പം തന്നെ ഈ പേഷ്യന്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്നുള്ള റെക്കോർഡ്സ്, അതുപോലെ തന്നെ അവിടെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ വാല്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. കാരണം എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ് ലെവലിലും അതുപോലെ സ്റ്റേറ്റ് ലെവലിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഈ പറയുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ വാല്യൂസും ഹോസ്പിറ്റൽ റെക്കോർഡ്സും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതടങ്ങിയിട്ടുള്ള DIRും കൂടെ നമ്മൾ IDSPയുടെ DSCUയിലേക്ക് അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട, അതായത് ഇത് IHIPയുടെ ഭാഗമല്ല എങ്കിൽ പോലും, നമ്മൾ IDSPയുടെ ഭാഗമല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. നമ്മളൊരു വീക്ക്ലി സാനിറ്ററി റൗണ്ട്സ് കൃത്യമായിട്ട് ചെയ്യുക. അത് ഇൻഫെക്ഷൻ കൺട്രോളിനെ നന്നായിട്ട് സഹായിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ പറയുന്നില്ല. പിന്നെ ലാസ്റ്റ് പറയാൻ വെച്ച ഒരു കാര്യമാണ് നമ്മുടെ PH ആക്ട് എന്നുള്ളത്. PH ആക്ടിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. സമയം വൈകുന്നുണ്ട്, അതിനൊന്നും തുനിയുന്നില്ല. ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PH ആക്ട് ഒരു MO ലെവലിൽ എന്താണ് കാര്യം, അതായത് ഇതിനകത്ത് ഓരോ പഞ്ചായത്തിലും ആ സ്ഥാപനത്തിലെ നമ്മുടെ ഒരു PHC കേന്ദ്രീകരിച്ചിട്ട്
ഒരു പൊതുജനാരോഗ്യ സമിതി ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തത്തിന് മുകളിലുള്ള കാര്യങ്ങളെല്ലാം തൽക്കാലം നമുക്ക് വിട്ടേക്കാം. ജില്ലാ പൊതുജനാരോഗ്യ സമിതി, സംസ്ഥാന സമിതിയൊക്കെ വിട്ടേക്കാം. നമ്മുടെ PSC ലെവലിൽ നമ്മൾ MOയ്ക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൊതുജനാരോഗ്യ സമിതി ഉണ്ടായിരിക്കണം. അതിന്റെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന്റെ ഈ ചെയർമാൻ, നമ്മളാണ് അതിന്റെ കൺവീനർ, മെഡിക്കൽ ഓഫീസറാണ്. 2 PHCകൾ ആ പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ ഒരു PHCക്ക്, അതായത് നമ്മുടെ പ്രൊജക്ട് നടത്തുന്ന ഒരു PHCക്കാണ് അതിന്റെ ചാർജ് കൊടുക്കുക. അതേസമയം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഓരോ നമുക്ക് മിക്കപ്പോഴും മുനിസിപ്പാലിറ്റിയിൽ ഒന്നിലധികം സ്ഥാപനങ്ങളുണ്ട്. ഓരോ ആരോഗ്യ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മൾ അവിടെ വേറെ വേറെ പൊതുജനാരോഗ്യ സമിതി ചേർക്കേണ്ടതാണ്. അപ്പൊ ഈ സമിതിയുടെ ഉത്തരവാദിത്തം എന്നുള്ളത്, ഒന്നാമതായിട്ട് ഇവര് 3 മാസത്തിൽ ഒരിക്കൽ യോഗം ചേരേണ്ടതാണ്. പിന്നെ ഇതിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനകത്ത് സിമ്പിളായിട്ട് ഈ PH ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ റെക്കോർഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഈ പറയുന്ന PH ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ PH ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി 3 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ട് മീറ്റിംഗ് കൂടുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. അതിനുശേഷം അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് ഫീൽഡ് തലത്തിൽ നടക്കേണ്ട ആക്ടിവിറ്റീസ്. അതായത് നോട്ടീസ് കൊടുക്കുക, മത്സരം പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കോർട്ടിലേക്ക് കേസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ ഇവിടെയുള്ള കമ്മ്യൂണിക്കബിലിറ്റീസിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ PH ആക്ട് പ്രകാരമുള്ള ഈ പറയുന്ന മീറ്റിംഗിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരു റെക്കോർഡ് പർപ്പസിനാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആക്ഷൻ വരുന്നത് ഫീൽഡ് തലത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഈ പറയുന്ന പവർ ഡെലിഗേഷൻ, അതായത് PH ആക്ട് പ്രകാരമുള്ള ആക്ഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കാനോ ഉള്ള അധികാരം നമ്മുടെ എല്ലാ JHIമാർക്കും അതുപോലെ തന്നെ HIമാർ അടക്കമുള്ളവർക്കും ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഉത്തരവ് എല്ലാ ജില്ലയിലുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ പവർ കിട്ടിയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള JHI അല്ലെങ്കിൽ HI അവർ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രകാരമുള്ള നിയമം തെറ്റിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവർക്ക് നോട്ടീസ് കൊടുക്കലാണ് ഒന്ന് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് പൊതുജനാരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ന്യൂയിസൻസ് അഥവാ ശല്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ തന്നെ കാണാം. ഒന്നുകിൽ കൊതുകിനെ വളർത്തുന്നതാകാം, അല്ലെങ്കിൽ കുടിവെള്ളം മലിനമാക്കുന്നതാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാലിന്യം അശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതാകാം. അപ്പൊ ആ തരത്തിൽ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള എന്ത് കാര്യത്തിനകത്തും ഇതിനകത്ത്, അതായത് കോട്ട്പ ഒഴികെ അങ്ങനത്തെ കാര്യങ്ങളല്ല, മറ്റ് ഈ പറയുന്ന മാലിന്യ പ്രശ്നം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട്, അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആരാണോ അവർക്ക് ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നോട്ടീസ് JHI കൊടുക്കാം, HI കൊടുക്കാം, HS കൊടുക്കാം, MOയ്ക്കും ആർക്ക് വേണമെങ്കിലും ആ നോട്ടീസ് കൊടുക്കാം. പൊതുവെ JHI ആണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ HIക്കും ചെയ്യാം. ആ നോട്ടീസിനകത്ത് ഈ പറയുന്ന അവർ കണ്ടെത്തിയ കണ്ടെത്തലുകൾ, അതായത് നിങ്ങൾ ഈ നിങ്ങളുടെ വീടിന്റെ ഇന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൊതുകിനെ വളർത്താനുള്ള സാഹചര്യം ഉള്ളതായും അതുപോലെ തന്നെ അതിന് നീക്കം ചെയ്യാത്തതായും കണ്ടെത്തി എന്ന് പറയാം. അതിനുശേഷം അത് നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 days ഇത്രയും കൊടുത്തു എന്നുള്ള ഒരു നോട്ടീസ് പീരീഡും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ പീരീഡ് കഴിഞ്ഞിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് നേരത്തെ കോടതിയിലേക്ക് എടുക്കാനായിട്ട്, കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന പൊതുജനാരോഗ്യത്തേക്ക് ബാധിക്കുന്ന ഏത് വിഷയങ്ങളിൽ നമുക്ക് നോട്ടീസ് നൽകാനായിട്ട് സാധിക്കും. ആ നോട്ടീസിന്റെ ഫോർമാറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ്. അതായത് ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ പിന്നെ HS അല്ലെങ്കിൽ HI അല്ലെങ്കിൽ പഞ്ചായത്തിലെ HS അല്ലെങ്കിൽ HI ഞാൻ ഈ പറയുന്ന താങ്കളുടെ, അതായത് ആർക്കാണ് നോട്ടീസ് കൊടുക്കുന്നത് അവർക്ക് ഈ പറയുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥാപനം പരിശോധിച്ചതിനകത്തും താഴെ പറയുന്ന കണ്ടെത്തലുകൾ കണ്ടെത്തി, അതായത് കൊതുക് വളരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ വെള്ളം മലിനമാക്കുന്ന അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ അതിനുശേഷം ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ട് ഇത്ര ദിവസത്തിനകം അവർ തന്നെ ഇത് റെക്ടിഫൈ ചെയ്യണം. ആ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഇത്രയും നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള കാര്യമാണ് അവരോട് പറയുന്നത്. അതിനുശേഷം അത് നോട്ടീസ് ആർക്കാണോ കിട്ടുന്നത് അവരതിന്റെ പകർപ്പ് കിട്ടി ബോധിച്ചു എന്നുള്ള ഒരു കോപ്പിയും കൂടെ ഇങ്ങോട്ട് എഴുതി വാങ്ങിക്കാം. നോട്ടീസ്, ഉത്തരവ് അല്ലെങ്കിൽ എന്നിവ, ഈ നോട്ടീസ് വ്യക്തിക്ക് തന്നെ നമുക്ക് നേരിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുടുംബത്തിൽ കൊടുക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയായ ആരുണ്ടെങ്കിലും അവിടെ കൊടുക്കാം. ആ പ്രദേശത്ത് താമസിക്കുന്നവരെ അല്ല, ഇപ്പൊ തോട്ടം ഒക്കെയാണ്, അവിടെ മൊസ്കിറ്റോ ബ്രീഡിംഗ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിന്റെ ഉടമസ്ഥനെ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാം. അതൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിൽ അവരുടെ വാസസ്ഥലത്തിന്റെ അകത്ത് പ്രകടമായിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് ഈ നോട്ടീസ് പതിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം. എന്തായി കഴിഞ്ഞാലും നമ്മൾ നോട്ടീസ് ഈ തരത്തിൽ കൊടുക്കുക, റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒരു പീരീഡ് കൊടുക്കുക. ആ സമയത്തുള്ള അവർ റെക്ടിഫൈ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളല്ല ചെയ്യേണ്ടത്, അത് കോടതിയിൽ പോയിട്ട് കേസായിട്ടാണ് ചെയ്യുക. പക്ഷെ കോടതിയിൽ പോകുന്ന വലിയ സങ്കീർണമായിട്ടുള്ള കാര്യമല്ല. പരമാവധി 3 മാസങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ
തീർപ്പാകാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്ന കേസുകൾക്കെല്ലാം തന്നെ നമ്മൾക്ക് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ പിന്നെ ഹെൽപ്പും ഉണ്ടാകും. അതിനകത്ത് വേറെ ചെലവുള്ള കാര്യവുമല്ല. ഓക്കെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സമിതി മീറ്റിങ്ങുകളും വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റി മീറ്റിങ്ങുകളും പിന്നെ കൃത്യമായിട്ട് അതിന്റെ കൺവീനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിനകത്ത് വാർഡ് മെമ്പർ കൃത്യമായിട്ട് പങ്കെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ RRT ഒക്കെ ആയിട്ട് മീറ്റിങ്ങിന് പോകുമ്പോഴാണ് അവിടെ വാർഡ് മെമ്പർ എഴുന്നേറ്റിട്ട് പറയുന്നത് ഞാൻ അറിയുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ജാസ് മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് എടുത്ത് നോക്കും, കൃത്യമായിട്ട് ജാസ് മീറ്റിംഗ് കൂടിയതായിട്ട് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാർഡ് മെമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ജാസ് മീറ്റിംഗ് ആയിക്കഴിഞ്ഞാലും വാർഡ് ഹെൽത്തിന്റെ മീറ്റിംഗ് ആയിക്കഴിഞ്ഞാലും കൂടണം. പിന്നെ ഏത് CD റിപ്പോർട്ട് ചെയ്യുമ്പോഴും അപ്പോൾ അത് വാർഡ് മെമ്പറിനെ കൂടി അറിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ലാസ്റ്റ് സ്ലൈഡാണ്. ഇതിനകത്ത് കുറച്ച് എക്യുപ്മെന്റ്സ് നമുക്ക് സ്ഥാപനങ്ങളിലേക്ക് വാങ്ങിച്ചു വെക്കാനായിട്ട് CD കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കും. ഒന്ന്, ഒരു ബ്ലോക്ക് ലെവലിലെ സ്ഥാപനമാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഇൻസെക്ടിസൈഡ് സ്പ്രേയിങ് ആയിട്ട് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ വാങ്ങിക്കാം, ഫോഗിങ് മെഷീൻ വാങ്ങിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ISS വലിയ ഹാളിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള അൾട്രാ ലോ വോളിയം പമ്പ് വാങ്ങിക്കാം. പിന്നെ ഫ്ലിപ്പ് പമ്പ്, അതായത് നമ്മുടെ ISS ചെയ്യാനുള്ള പമ്പും അവർക്ക് വാങ്ങിക്കാം. ഒരു PSC ലെവലിലാണെങ്കിൽ ഫോഗിങ് മെഷീൻ വാങ്ങിച്ചു വയ്ക്കാം, പക്ഷേ അതിനുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്ലിപ്പ് പമ്പ് നിർബന്ധമായിട്ട് നമ്മുടെ ISS ചെയ്യാനുള്ള മൂട്ട പമ്പ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഈ വാട്ടർ ക്വാളിറ്റി നമ്മുടെ ക്ലോറിനേഷന്റെ ഇഫക്റ്റീവ്നെസ് നോക്കാനായിട്ട് ക്ലോറോസ്കോപ്പ് നിർബന്ധമായിട്ടും ഒരു സബ് സെന്ററിൽ ഒരെണ്ണം വീതമെങ്കിലും വേണം. പിന്നെ ഈ ഒരു കാണിച്ചിട്ടുള്ളത് ഇതിന്റെ പരസ്യമല്ല, ഒരു വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് നമുക്ക് ഫീൽഡ് തലത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ടെസ്റ്റിംഗ് കിറ്റുകൾ ഇറങ്ങുന്നുണ്ട് എന്ന് കാണിക്കാൻ മാത്രമാണ്. ആ ടെസ്റ്റിംഗ് കിറ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കളർ ചേഞ്ച് അതിനകത്ത് കാണും. അപ്പോൾ പിന്നെ എന്താണ് ഈ പറയുന്ന മൈക്രോബ്സിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താം. പക്ഷെ അതിനകത്ത് ഒരു റിപ്പോർട്ടിങ്ങിനോ അല്ലെങ്കിൽ ഇത് പ്രകാരം നമുക്ക് ഇയാൾക്കെതിരെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ആക്ഷനോ എടുക്കാനോ സാധിക്കില്ല. ഒരു ഫീൽഡ് തലത്തിലുള്ള ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു RDT പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ന് മാത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു IDSP ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇഫക്റ്റീവ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കുറച്ച് ലെങ്തി ആയ ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്ലൈഡും ആയിരിക്കുകയാണ്. താങ്ക് യു. സച്ചിൻ, സാർ, ഇറ്റ് വാസ് സോ നൈസ്. കുറെ അധികം ഉണ്ടായിരുന്നു എങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. കേട്ടവർക്ക് എനിവേ ഒരു റിയലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എനിക്ക് ഡൗട്ടൊന്നും ചോദിക്കാൻ ആർക്കും വലിയ എനർജി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 2 മണിക്കൂറോളായി. ഷിൻസി എവിടെ പോയി? നമ്മുടെ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വിക്കായിട്ട് ചോദിക്കാം. ഓക്കെ, ചാറ്റ് ബോക്സിനകത്തും സംശയങ്ങളൊന്നും കണ്ടിട്ടില്ല. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ഷിൻസി എന്തോ നേരത്തെ തണുപ്പ് പിടിച്ച് പനിയൊക്കെ പിടിച്ച് ഒരു രൂപത്തിലായിരുന്നു കണ്ടത്. ETR5 ഒരു എന്തോ സംശയം ഉണ്ട്, പക്ഷെ എനിക്ക് അത്രയും ETR5 ചെയ്യുന്നതിനെ പറ്റി അത്രയും അറിയില്ല. നമുക്ക് ETR5 നോക്കിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാം. സാർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് വേറെ ആരും ഇല്ല എങ്കിലും നമുക്ക് ഡൗട്ട്സ് ഇല്ല എങ്കിലും ഇത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുമല്ലേ സാർ? എന്തായാലും സാറും കൂടെ ഉണ്ടായാലും സന്തോഷം. അതെ അതെ, സച്ചിൻ, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു മെസ്സേജ് ആക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി സാർ. പിന്നെ അതെ, അപ്പൊ ഇത്രയും പിന്നെ നേരമായതുകൊണ്ട് നമുക്ക് തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റെക്കോർഡിംഗ് കിട്ടുമോ ചോദിച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് എന്തായാലും KGM അക്കാഡമിക്സിൽ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് PPT ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു സച്ചിൻ, താങ്ക് യു. എനിവേ, ഇത്രയും ലോങ് ആയിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.